നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കൺവെൻഷൻ്റെ 3-ാം ദിവസം ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ നാം കടന്നു വന്ന സമയം മുതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയമായിട്ട് ഇടപെട്ട് നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയായി നാം കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുകയും നമ്മുടെ പ്രത്യാശയെ പുതുക്കി ആരാധിച്ച് ഒരു പുതിയ ബലം പ്രാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. തുടർന്ന് നാം ഒരല്പസമയം കൂടെ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയും ദൈവകൃപയാൽ നമ്മെ നിറച്ച് ഒരു പുതിയ സന്തോഷത്താലും പുതിയ സമാധാനത്താലും ദൈവം നമ്മെ നിറയ്ക്കുവാനിടയാകുകയാണ്. സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനവും ഭൂമി ദൈവത്തിൻ്റെ പാദപീഠമാകയാൽ നാം നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇപ്പോൾ ആയിരിക്കും. 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടി വന്നാലും ഞാൻ അവരുടെ മധ്യേ കടന്നു വരാം എന്ന് വാഗ്ദത്തം ചെയ്ത നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യേ വരുന്നത് വെറും കൈയോടെ അല്ല, നമുക്ക് വേണ്ടതായ അനുഗ്രഹങ്ങളുമായിട്ടാണ് യേശു വരുന്നത്. ആ അനുഗ്രഹങ്ങൾ നമുക്കെല്ലാവർക്കും കർത്താവ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ നാം പ്രാപിച്ചിട്ട് വേണം ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ആ ജനം മടങ്ങിപ്പോകേണ്ടത്. ഇന്ന് പകൽക്കാലവും ഇത്രത്തോളം നമ്മെ സഹായിച്ചവനായ ദൈവം തുടർന്ന് നമ്മെ സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ഇന്ന് പകൽക്കാലത്തെ അല്പസമയ തിരുവചന ധ്യാനത്തിന് വേണ്ടി ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമോസിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ആമോസിൻ്റെ പുസ്തകം 9-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കാം. വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും അതിൻ്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അതിൻ്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പുരാതന കാലത്തിൽ എന്ന പോലെ പണിയുകയും ചെയ്യും എന്നാകുന്നു ഇത് അനുഷ്ഠിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇസ്രായേൽ ജനതയെ നോക്കിക്കൊണ്ട് പ്രവാചകനായ ആമോസ് യഹോവയുടെ അരുളപ്പാട് അറിയിക്കുന്ന ഒരു വേദഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഈ വേദഭാഗത്തിൽ നിന്ന് നാം ശ്രദ്ധിക്കുമ്പോൾ ഇസ്രായേലിനുണ്ടായതായ ഒരു അധപ്പതനത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വീണുപോയതായ ദാവീദിൻ്റെ കൂടാരം അപ്പോൾ ഒരു കാലത്ത് നിവർത്തപ്പെട്ട് നിന്നതും പിൽക്കാലത്ത് വീണുപോയതും തകർന്നുടഞ്ഞതായ ആ അനുഭവം. കൂടാരം എന്നൊക്കെ നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൂടാരത്തെ നമുക്ക് പല വിധത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ശരീരത്തെ ഒരു കൂടാരമായി പറഞ്ഞിട്ടുണ്ട്, വീട് ഒരു കൂടാരമായി പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ ആലയം ഒരു കൂടാരമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിത്യതയിലും നിത്യമായ വാസസ്ഥലത്തെയും ഒരു കൂടാരമായി പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ കൂടാരത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഒരു സന്തോഷത്തിൻ്റെ അനുഭവമാണ്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തതും ദൈവം കൊടുത്തതുമായ ആ സന്തോഷം നഷ്ടപ്പെടുത്തി സന്തോഷമില്ലാത്ത ഒരു അനുഭവത്തിലോട്ട് പോയി എന്നുള്ളത് ഈ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. അപ്രകാരം ആ ഒരു അനുഭവത്തിൽ നിന്ന് വീണ്ടും അവരെ പുതുക്കി പണിത് ജീവിതത്തിൽ വന്നതായ ഇടിവുകളെ അടച്ച് പിളർപ്പുകളെ പുതുക്കി പുരാതന കാലത്തിൽ എന്ന പോലെ സന്തോഷിപ്പിക്കാമെന്ന് ഇത് അനുഷ്ഠിക്കുന്ന യഹോവ അരുളി ചെയ്യുന്നു എന്നുള്ളതാണ് തിരുവചനത്തിൽ നാം വായിച്ചു കേട്ടു. പ്രിയ ദൈവജനമേ, എപ്പോഴാണ് ദൈവത്തിൻ്റെ ജനം സന്തോഷം, സമാധാനം, ദൈവകൃപ, ദൈവത്തിലുള്ളതായ സന്തോഷമൊക്കെ നഷ്ടപ്പെടുത്തുന്നു? ദൈവത്തിൽ താൽ സ്നേഹിക്കപ്പെടുന്ന ആ ജനം എന്ന് പറയുന്നത് ഭാഗ്യശാലികളാണ്. നാം സ്നേഹിക്കുന്ന ദൈവം സർവശക്തനായ ദൈവം, നാം വിശ്വസിക്കുന്ന ദൈവം വിശുദ്ധനായ ദൈവമാണ്. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ദൈവം സകലത്തെയും സൃഷ്ടിച്ച ദൈവം, സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനായ ദൈവം, സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലും സകല അധികാരവും പ്രാപിച്ചവനായ ദൈവമാണ് നമ്മുടെ ദൈവം. എന്നാൽ നമ്മുടെ ദൈവം വസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സർവഭൂമിക്കും ആനന്ദം നൽകുന്നതായ സന്തോഷമേറിയ ഒരു സ്ഥലം, ഒരിക്കലും ദുഃഖങ്ങളില്ലാത്ത വേദനകളില്ലാത്തതായ ഒരു സ്ഥലത്ത് നമ്മുടെ ദൈവം, ആ സ്വർഗത്തിൽ നമ്മുടെ ദൈവം വസിക്കും. ആ സ്വർഗമായത്തിലെ ആ സന്തോഷമേറിയ ഒരു അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരായി സൃഷ്ടിക്കപ്പെട്ടവരായി നമുക്ക് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു.
എന്നാൽ ആഗ്രഹങ്ങൾക്ക് അപ്പുറമായിട്ട് പലപ്പോഴും നാം പ്രാപിക്കേണ്ടതായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയാതെ ദൈവത്തിൽ നിന്ന് അകന്നും ജീവിതത്തിൽ ദുഃഖങ്ങളെ പേറിക്കൊണ്ടും ജീവിതത്തിൽ നിരാശ പൂണ്ടവരായി ജീവിക്കുന്നവരായി അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഈ തിരുവചനത്തിൻ്റെ ഭാഗത്തിൽ നാം നോക്കുകയാണെങ്കിൽ ഈ ഭാഗം ഓർപ്പിക്കുന്നത് പഴയ നിയമ ഇസ്രായേലിനെ സംബന്ധിച്ച എന്നാൽ ഈ വേദഭാഗം ഒരിക്കൽ കൂടെ നാം നോക്കുമ്പോൾ അപ്പോസ്തലിക കാലഘട്ടത്തിൽ നമ്മുടെ ദൈവസഭയുടെ മൂലക്കല്ലായി ക്രിസ്തു ഇടപെട്ട് പരിശുദ്ധാത്മാവിനെ പകർന്ന് അനേകർ കർത്താവിങ്കിലേക്ക് കടന്നു വരുവാനിടയായി. ആ കാലഘട്ടത്തിൽ യേശുവിൻ്റെ ശിഷ്യനായിരുന്ന യാക്കോബ് ഈ ലേഖനത്തെ ആ ദൈവത്തിൻ്റെ അരുളപ്പാടിനെ ഉദ്ധരിച്ചു കൊണ്ട് പറയുന്ന ഒരു ഭാഗം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. അവിടെ ഇസ്രായേൽ ജനതയെ മാത്രമല്ല പറയുന്നത്, ലോകത്തിലെ സകല മനുഷ്യരെയും തന്നെടുത്ത് ഉദ്ധരിച്ച് പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. വായിക്കാം. അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. മനുഷ്യരിൽ ശേഷിച്ചവരും എന്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കുമെന്ന് ഇത് പൂർവ്വകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അരുളി ചെയ്യും. അപ്പോൾ സകല ജാതികളും ദൈവത്തെ അന്വേഷിക്കുന്ന സകല മനുഷ്യൻ ഈ ഒരു അനുഭവത്തിലേക്ക് വരുമെന്ന് യാക്കോബ് അപ്പോസ്തലൻ എടുത്തു പറഞ്ഞുകൊണ്ട് ആദിമ കാലഘട്ടത്തിലെ ദൈവത്തിന്റെ സഭയെ ഉറപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒരു കാലത്ത് ദൈവം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് വേണ്ടി ഒതുക്കപ്പെട്ടു നിന്ന് മറ്റാർക്കും അവിടെ പ്രവേശനമില്ലാതെ ന്യായപ്രമാണം അവർക്കും വേണ്ടി മാത്രം നൽകിയിരുന്നതായിരുന്നു. എന്നാൽ ആ സമയത്ത് മറ്റു സകല മനുഷ്യരും അന്യരും പരദേശികളുമായി ഒരിക്കലും ദൈവസഭയോട് അടുക്കത്ത് വരുവാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ പ്രവേശനം മൂലം നിഷേധിക്കപ്പെട്ട അവസ്ഥയിൽ ആയിരുന്നു. എന്നാൽ പിൽക്കാലത്ത് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം സകല ജാതികൾക്കും സൃഷ്ടാവായ ദൈവത്തോടുകൂടെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ സന്തോഷവും സമാധാനവും ദൈവകൃപയും അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ആ ഒരു അനുഭവത്തിലാണ് കൃപയാൽ ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു സൗഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്രകാരം ലഭിക്കപ്പെട്ടതായ ഈ ശ്രേഷ്ഠമേറിയ ഒരു അനുഭവം നാം നഷ്ടപ്പെടുത്താതെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ശ്രേഷ്ഠമേറിയ ആ തേജസ്, ശ്രേഷ്ഠമേറിയതായ മഹത്വം, ശ്രേഷ്ഠമേറിയതായ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നാം എപ്പോഴും അനുഭവിച്ചുകൊണ്ട് സ്വർഗതുല്യമായ ഒരു ജീവിതം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കും. എന്നാൽ ഒരു കൂടാരം എന്ന് പറയുമ്പോൾ ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാടായിട്ട് പ്രവാചകനായ ഹോശേയ ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുന്നു, ഉത്സവ നാളുകളിൽ എന്ന പോലെ ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കും. വായിക്കണം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. ഞാനോ മിസ്രയീം ദേശം മുതൽ നിന്റെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ നിന്നെ ഉത്സവ ദിവസങ്ങളിൽ എന്ന പോലെ ഇനിയും കൂടാരങ്ങളിൽ വസിക്കുമാറാക്കുമെന്ന് ഇവിടെ പറയും. അപ്പോൾ ഉത്സവ ദിവസങ്ങളിലെ ആ കൂടാരത്തിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു വലിയ മഹാസന്തോഷം എന്നുള്ളത് നാം വീണ്ടും നെഹമ്യാവിൻ്റെ പുസ്തകത്തിലോട്ട് കടന്നു വരുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്കതവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 8-ാം അധ്യായം 14 തുടങ്ങിയുള്ള വാക്യങ്ങൾ, 14, 15-ാം വാക്യം, 17-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ ഒരു കൂടാര പെരുന്നാൾ ഇസ്രായേലിന് ദൈവം കൽപ്പിച്ച് നൽകിയിട്ടുണ്ടായി. ദൈവത്തെ ഇപ്രകാരം ആരാധിക്കണം. ഏതു വിധത്തിൽ ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൽ സന്തോഷിക്കണമെന്നുള്ളത് മോശയ്ക്ക് സീനായി പർവ്വതത്തിൽ വെച്ച് ദൈവം കൊടുത്ത അരുളപ്പാടുകളും കൽപ്പനകളും ഉണ്ടായിരുന്നു. അതിൽ ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി വച്ചിരുന്ന ആ ഒരു പ്രമാണം ഒരു കൂടാര പെരുന്നാളായിരുന്നു. വർഷത്തിൻ്റെ 7-ാമത്തെ മാസത്തിൽ 7 ദിവസം അവർ കൂടാര പെരുന്നാളുകൾ ആഘോഷിച്ച്
തുടർന്ന് 8-ാം ദിവസം സഭായോഗം ആരാധിച്ച് ഒരുമിച്ച് ചേർന്ന് ആരാധിച്ച് അങ്ങനെ വലിയൊരു സന്തോഷം അവർക്ക് വാഗ്ദത്തം ചെയ്തു. എന്നാൽ തുടർന്ന് പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു? ഈ കൂടാര പെരുന്നാളിൻ്റെ അനുഭവം അവർ മറന്നുപോയി. അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് 17-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ കാണുന്നു. യോശുവയുടെ കാലം തുടങ്ങി ഈ നെഹമ്യാവിൻ്റെ കാലം വരെയും ആ കൂടാര പെരുന്നാൾ അവരുടെ മധ്യേ ഇല്ലായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തി. എന്നാൽ ആ ഇല്ലാതിരുന്നതായ ആ കൂടാര പെരുന്നാൾ അവർ ആഘോഷിച്ചപ്പോൾ ഒരു മഹാസന്തോഷം അവർക്കുണ്ടായിരുന്നു എന്ന് കാണും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവരെല്ലാവരും തുല്യരായിത്തീരും. അപ്പോൾ അവർ എത്ര വലിയ വീടുകളോ എത്ര വലിയ മനോഹരമായ വീടുകളൊക്കെ ഉണ്ടെങ്കിലും ആ വീടുകളെ വിട്ടിട്ട് എല്ലാവരും തുല്യരായി, എളിയവരും സമ്പന്നന്മാരും ഒരുപോലെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം നൽകിയിരുന്നതായ പ്രമാണത്തിനൊത്തവണ്ണം കാട്ടൊലിവ്, ആ ഈന്തുമടല്, ആ നല്ല പുഷ്ടിയുള്ളതായ വൃക്ഷത്തിൻ്റെ കൊമ്പുകൾ ഇതെല്ലാം ചേർത്തൊരു കൂടാരമുണ്ടാക്കി ആ കൂടാരത്തിൻ്റെ കീഴിലാണ് സകല മനുഷ്യരും വന്ന് ദൈവത്തെ വിശ്വസിച്ചിരുന്ന പ്രമാണം ഏറ്റുവാങ്ങിയിരുന്ന സകല മനുഷ്യരും പാർത്തിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുവാനും ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അവർ കേൾക്കുവാൻ അതിനുവേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ചിരുന്നു. ആ സമയത്തിലെ സന്തോഷം എല്ലാവർക്കും ഒരുപോലെ ഒരു സന്തോഷവും ആനന്ദവും നൽകിയിരുന്നു എന്നുള്ളത് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഏറിയ നാൾ കൊണ്ട് ഇല്ലാതിരുന്ന ആ ഒരു അനുഭവം വീണ്ടും അവരുടെ ജനത്തിൻ്റെ ഇടയിൽ അത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വളരെ സന്തോഷമുണ്ടായി. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, എത്ര പേർ ആഗ്രഹിക്കുന്നു? ഒരു കാലത്തുണ്ടായിരുന്ന ഒരു സന്തോഷം പുതിയ നിയമസഭയ്ക്കുമുണ്ട്. ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു അനുഭവം നമുക്കുമുണ്ട്. ആ ഒരു അനുഭവത്തെ കൊണ്ടുവരുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ തൃപ്തിപ്പെടുത്തുന്നവനായ ദൈവം ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഒന്നും മാറ്റം വരുത്താതെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിവർത്തിച്ചു തരുവാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. എന്നാൽ ഈ ഒരു അനുഭവം ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയതായിട്ടാണ് നാം വായിച്ചതായ വേദഭാഗത്തിൽ കണ്ടത്. വീണുപോയ ദാവീദിന്റെ കൂടാരം. അപ്പോൾ ഈ സന്തോഷമേറിയ ഒരു അനുഭവം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേൽ ജീവിക്കുന്നു. എന്താണ് അതിന് കാരണം? പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവം മോശയോട് പറയുന്നു, ഞാൻ അവരോട് കൽപ്പിച്ചതായ പ്രമാണം അവർ വേഗത്തിൽ വിട്ടുമാറിയിരിക്കുന്നു. വായിക്കണം. ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ഒരു കാളക്കുട്ടിയെ ദൈവത്തിന്റെ സ്തോത്രം. ദൈവം പറയുകയാണ്, ഞാൻ അവരോട് കൽപ്പിച്ചതായ എന്റെ വഴി അവർ വേഗത്തിൽ വിട്ടുമാറിയിരിക്കുന്നു. അവരിപ്പോൾ എൻ്റെ വഴികളെ വിട്ടിട്ട് വേറൊരു മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ദൈവം മോശയോട് പറയുന്നു, നീ വേഗത്തിൽ ഇറങ്ങിച്ചെല്ലുക. അവിടെ വേഗത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന അവരെ ഒന്ന് ക്രമീകരിക്കുവാനാണ് ദൈവം മോശയെ അയച്ചത്. പിന്നീടുണ്ടായതായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. മോശ 40 ദിവസം ദൈവത്തോടുകൂടെ വസിച്ച് വലിയ സന്തോഷത്തോടുകൂടെ ഇരുന്നവൻ ഇപ്പോൾ ഇതാ ദൈവത്തിൻ്റെ കൽപ്പനകൾ വാങ്ങി, ദൈവത്തിൻ്റെ സമാഗമന കൂടാരത്തിൻ്റെ പ്രമാണങ്ങളൊക്കെ വാങ്ങി വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് ദൈവം പറയുന്നു, നീ വേഗം ഇറങ്ങിച്ചെല്ലുക. അവർ എൻ്റെ വഴി വിട്ടുമാറിയിരിക്കുന്നു, നീ അവിടെ വേഗത്തിൽ ചെല്ലുവാൻ പറയും. തൽഫലമായിട്ട് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ അടുക്കലേക്ക് മോശ ഇറങ്ങി വന്നപ്പോൾ കണ്ടതായ കാഴ്ച ദൈവത്തിന് സഹിക്കുവാൻ കഴിയുന്നതല്ലായിരുന്നു. അവരെ വഴി നടത്തിക്കൊണ്ടുവന്നതായ മോശയ്ക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്തതായ ഒരു വലിയ സംഭവം അവിടെ നടക്കുകയാണ്. ദൈവം തൻ്റെ കയ്യിൽ എഴുതി കൊടുത്ത കൽപ്പനകളിലെ ആദ്യ തന്നെ അവിടെ ലംഘിക്കപ്പെട്ടതായി തനിക്ക് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം പറയുന്നു, വേഗത്തിൽ എൻ്റെ വഴി അവർ വിട്ടുമാറിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദൈവത്തിൻ്റെ സന്തോഷം നമ്മിൽ നിന്ന് മാറ്റപ്പെട്ടു. ആ കൂടാരത്തിൻ്റെ അനുഭവം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ ഇന്ന് ഇവിടെ ആയിരിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹത്വം എത്ര പേർ അനുഭവിക്കുന്നുണ്ട്? ക്രിസ്തീയ ജീവിതത്തിൻ്റെ തേജസ് എത്ര പേർ അനുഭവിക്കുന്നുണ്ട്? പകരം നമ്മുടെ സ്വന്തം വഴികളിൽ അനുസരിച്ച് ജീവിക്കുകയാണോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നു, അവർ സ്വന്തം വിചാരങ്ങളെ അനുസരിച്ച് സ്വന്തം വഴികളിൽ നടക്കുന്നു. അവർ മത്സരമുള്ള ഒരു ജനമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇവരുടെ നേരെ എൻ്റെ കൈ നീട്ടുമെന്ന്. വായിക്കണം. സ്വന്തം വിചാരങ്ങളെ അനുസരിച്ച്. സ്വന്തം വിചാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടമാണ്. അത് ദൈവ ഇഷ്ടത്തിന് വിപരീതമായ ഒരു അനുഭവം. ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ നോക്കുമ്പോൾ, പെന്തക്കോസ്തുകാരുടെ ഇടയിൽ നോക്കുമ്പോൾ നാം പലപ്പോഴും നമ്മുടെ സ്വന്തം ഇഷ്ടമാണ് ചെയ്യുന്നത്.
എന്നാൽ നമുക്ക് ദൈവം ഒരു ശരീരത്തെ തന്നു. ഈ ശരീരം എന്തിനു വേണ്ടിയുള്ളതാണ്? നമ്മുടെ സ്വന്തം ഇഷ്ടം ചെയ്യുവാനുള്ളതല്ല. ഈ ശരീരം ദൈവം നമുക്ക് നഷ്ടപ്പെട്ടതായ സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നാം പ്രാപിച്ചെടുത്ത് നാം ഏറ്റവും അനുഗ്രഹമുള്ളതായി തീരുന്നതിന് വേണ്ടിയാണ് ഈ ശരീരത്തെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇബ്രാഹിം ലേഖനത്തിലൊക്കെ വായിക്കുമ്പോൾ 10-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യം. ആ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: ആ യേശു ലോകത്തിലേക്ക് വരുമ്പോൾ ലോകത്തിൽ ഹനനയാഗങ്ങൾ ഉണ്ടായിരുന്നു, വഴിപാടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ യേശു സ്വമനസാലെ സമ്മതിച്ചുകൊണ്ട് വരുന്ന ഒരു ഭാഗമുണ്ട്. തനിപ്രകാരം പറയുന്നു, ദൈവമേ, നീ വഴിപാട് ഇച്ഛിച്ചില്ല, ഹനനയാഗം ഇച്ഛിച്ചില്ല, എന്നാൽ ഇതാ ഞാൻ വരുന്നു. എന്തിനു വേണ്ടി? നിന്റെ ഇഷ്ടം ചെയ്യുവാൻ. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി ഞാൻ വരുമ്പോൾ ഇതാ നീ എനിക്ക് ഒരു ശരീരത്തെ തന്നിരിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഈ ലോകത്തിൽ ഇരിക്കുവാൻ ഒരു ശരീരം പിതാവായ ദൈവം കൊടുക്കുവാനിടയായി. അത് നമുക്ക് തന്നതുപോലെ ഒരു ശരീരം, ഈ ഒരു മൺ ശരീരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് നൽകപ്പെട്ടു. ഈ ശരീരത്തിൽ എന്ത് ചെയ്യണം? ദൈവ ഇഷ്ടം ചെയ്യണം. അതിനുവേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് അവിടെ അപ്പോസ്തലന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. വായിക്കാം. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. പുസ്തക ചുരുളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം നിവർത്തിക്കുവാൻ വന്നു എന്ന്. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പുസ്തക ചുരുളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം നിവർത്തിക്കുവാൻ വന്നു. നാം ആരുടെ നിവർത്തിക്കുവാൻ വന്നു? നമ്മെ തെരഞ്ഞെടുത്ത യേശുവിനെ നിന്റേതായ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറഞ്ഞ് യേശുവിന്റെ ഹിതം ചെയ്യുവാൻ വന്നവരാണ്. അത് വന്നവർ അപ്രകാരം ആ ഒരു അനുഭവത്തെ തിരഞ്ഞെടുത്ത ദൈവമക്കൾ ഒന്ന് കരങ്ങളുയർത്തി നമ്മുടെ കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. നല്ല ശക്തിയായിട്ടൊരല്ലേ പറയാം. അപ്പോൾ പുസ്തക ചുരുളിൽ കർത്താവിനെ കുറിച്ച് എഴുതിയെങ്കിൽ നമ്മെ ഓരോരുത്തരെയും ലോകസ്ഥാപനത്തിന് നമ്മെ കർത്താവ് കണ്ടിരിക്കുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, ലോകസ്ഥാപനത്തിന് നമ്മെ ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ നമ്മെ തിരഞ്ഞെടുത്തതായിട്ട് വായിക്കും. എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? അവൻ നമ്മെ ദത്തെടുക്കുകയാണ് ചെയ്തത്. മക്കളെന്ന നിലയിൽ നിൽക്കുവാൻ യോഗ്യരല്ലാതിരുന്ന നമ്മെ ഇപ്പോൾ ഇതാ ദൈവം തന്നെ, കർത്താവ് തന്റെ രക്തം കൊടുത്ത് നമ്മെ വിലക്കി വാങ്ങി മക്കളാക്കി തീർത്ത് ദൈവഹിതം നിറവേറ്റുവാൻ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവരായി നാം ദൈവ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിച്ചവരായിരിക്കും. എത്രത്തോളം ഈ നാളുകളിൽ സമർപ്പിക്കുന്നുണ്ട്? ഒരു കാലത്തൊക്കെ നന്നായി സമർപ്പിച്ചിരുന്നു. വളരെയധികം ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഒക്കെ നിറഞ്ഞതായൊരു കാൽ. എന്നാൽ തുടർന്ന് ദൈവസന്നിധിയിൽ വന്നപ്പോൾ പലവിധമായ നന്മകൾ ദൈവം തന്നു. ഇപ്പോൾ പലരും സാക്ഷ്യം പറയുവാനിടയായി. അവരൊക്കെ പറഞ്ഞതായ കാര്യം, ഞങ്ങൾ കഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാൽ, വേദനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാൽ, എന്നാൽ വിശുദ്ധന്മാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങളെ സൗഖ്യമായി, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവം തന്നു. ഈ ഒരു അനുഭവത്തിൽ പലരും ഇന്ന് ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെട്ടു. ഒരു കാലത്ത് പട്ടിണിയുണ്ടായിരുന്നു, ഒരു കാലത്ത് നല്ല വീടുകളില്ലായിരുന്നു, നല്ല വിശ്വാസ ഭവനങ്ങളില്ലായിരുന്നു. എന്നാൽ ഒരു കാലത്തുള്ള ദൈവത്തിൻ്റെ ജനം, കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടതായ ശുശ്രൂഷകരും കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ ജനവും നിലവിളിച്ച് പ്രാർത്ഥിച്ചു. നന്നായി പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന് ദൈവം നമ്മെ അളവ് കൂടാതെ അനുഗ്രഹിച്ചു. ഭൂമിയിലെ അനുഗ്രഹങ്ങളെല്ലാം ഇന്ന് സമൃദ്ധിയായിട്ട് തന്നു കഴിഞ്ഞപ്പോൾ നാം പലപ്പോഴും നമ്മുടെ ആ ദൈവത്തിൻ്റെ വഴികളെ വിട്ടിട്ട് ആരുടെ വഴി തിരഞ്ഞെടുത്തു? നമ്മുടെ സ്വന്തം വഴികളെ തിരഞ്ഞെടുത്തു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നു, വായിച്ചിട്ട് 65-ന്റെ 2-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. സ്വന്തം വിചാരങ്ങളെ അനുസരിച്ച് ആകാത്ത വഴിയിൽ നടക്കുന്ന മത്സരമുള്ള ജനത്തിങ്കിലേക്ക് ഞാൻ ഇടവിടാതെ കൈനീട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ പറയുന്നു, സ്വന്തം വഴികളെ അനുസരിച്ച് മത്സരമുള്ള ഹൃദയമുള്ളവരായി ആകാത്ത വഴികളിൽ കൂടെ നടക്കുന്നവരുടെ മേൽ ഞാൻ ഇടവിടാതെ കൈ നീട്ടുന്നു. അപ്രകാരം ദൈവത്തിന്റെ ജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവത്തിന്റെ പ്രവൃത്തികൾ അവർ കണ്ടവരാണ്.
മിസ്രൈമിൽ വെച്ച് അവർ കണ്ടു. മിസ്രൈമിൽ നിറങ്ങിപ്പെട്ടപ്പോൾ 40 വർഷത്തെ മരുഭൂപ്രയാണത്തിൽ ദൈവത്തിന്റെ ശക്തി എന്താണെന്നും ദൈവത്തിന്റെ മഹത്വം എന്താണെന്നും ദൈവത്തിന്റെ തേജസ് എന്താണെന്നും അവർ സേവിക്കുന്ന ദൈവം ആരാണെന്നും അവർ പിൻപറ്റുന്ന ദൈവത്തിന്റെ അനുഭവം എന്താണെന്നൊക്കെ വാസ്തവമായി മനസ്സിലാക്കി. എന്നാൽ ഇപ്പോൾ എന്ത് ചെയ്തു? അവർ അവരുടെ വഴികളിലേക്ക് തിരിഞ്ഞുപോയി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ പ്രാരംഭ വാക്യത്തിൽ ഇപ്രകാരം ദുഃഖത്തോടെ പ്രവാചകനായ യെശയ്യാവ് മുഖാന്തരം അരുളി ചെയ്യുന്നതായൊരു ഭാഗം നമുക്ക് കാണാം. അവിടെ ഇപ്രകാരം പറയുന്നു: ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി. വായിക്കാം. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചു. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. അടുത്ത: കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. കാള തന്റെ ഉടയവനെ അറിയുന്നു, കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയും അറിയുന്നു. ഇസ്രായേലോ അറിയുന്നില്ല. ഇസ്രായേലോ അറിയുന്നു. മൃഗങ്ങൾ തങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ, അല്ലെങ്കിൽ തങ്ങളുടെ ഉടമസ്ഥനെ, അല്ലെങ്കിൽ ഉടയവരെ മൃഗങ്ങൾ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് മനുഷ്യർ പലരും പറയാറുണ്ട്, മൃഗത്തിനൊക്കെ ഭയങ്കര സ്നേഹമാണ്. ചിലപ്പോൾ കടിക്കുന്ന നായ്ക്കളെയൊക്കെ വീട്ടിൽ വളർത്തി നല്ല നല്ല കൂടുകളൊക്കെ ഉണ്ടാക്കി അതിനകത്തിട്ട് വളർത്താറുണ്ട്. എപ്പോഴാണ് കടിക്കുന്നതെന്ന് അറിയത്തില്ല, എങ്കിലും ഒരു നേരത്തെ ആഹാരം കൊടുക്കുമ്പോൾ അതിന് സ്നേഹമുണ്ടെന്ന് പറയും. അതിനറിയാം അതിൻ്റെ ഉടമസ്ഥനാര. ദൈവത്തിന് സ്തോത്രം. ഭീകരമായ മൃഗങ്ങൾ പോലും ഉടമസ്ഥനെ അറിയുന്നു. എന്നാൽ ആ സ്ഥാനത്ത് ദൈവസ്വരൂപത്തിലും ദൈവ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യൻ ദൈവത്തെ അറിയുന്നില്ല എന്ന് ദൈവം ഇവിടെ ദുഃഖത്തോട് പറയുകയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവരുടെ അനുഭവം എന്തായിരുന്നു? കാള തന്റെ ഉടയവനെ അറിഞ്ഞപ്പോൾ, കഴുത തന്റെ യജമാന്റെ പുൽത്തൊട്ടി അറിഞ്ഞപ്പോൾ, ഇതാ മത്സരമുള്ള ജനമായി സൃഷ്ടാവായി ദൈവത്തെ അറിയാതെ ഇവരെങ്ങനെ ജീവിച്ചു? വായിക്കണം താഴോട്ട്. എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. എന്റെ ജനം ഗ്രഹിക്കുന്നില്ല. അയ്യോ പാപമുള്ള ജാതി. നാം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അയ്യോ പാപമുള്ളതായ ജാതി. അകൃത്യഭാരം ചുമക്കുന്ന ജനം. അകൃത്യഭാരം ഇപ്പോൾ ചുമന്നുകൊണ്ടിരിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി ദുഷ്പ്രവർത്തിക്കാരായി ജീവിക്കുന്നു. വഷളായി നടക്കുന്ന മക്കൾ വഷളായി നടക്കുന്നു. അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ പരിശുദ്ധനെ ഉപേക്ഷിച്ചിട്ട് അവർ പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവരുടെ ജീവിതം വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലോട്ട് മാറുകയാണ്. 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇനി നിങ്ങളെ അടിച്ചിട്ടും കാര്യമില്ല. ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? നിങ്ങൾ അധികം പിന്മാറി പോകുന്നതേ ഉള്ളൂ. അടി തൊട്ട് മുടി വരെ ഒരു സുഖമില്ലാതെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ ആയിത്തീർന്നിരിക്കുന്നു. പഴുത്ത വ്രണവും ആ മുറിവുകളുമായി ശരീരമാസകലം നിറയപ്പെട്ട് ജീവിതം തകർന്ന അവസ്ഥയിൽ, ജീവിതം വളരെയധികം വേദനയാൽ നിറയപ്പെട്ട് നിരാശാപൂർണമായൊരു ജീവിതത്തെയാണ് സ്വർഗത്തിലെ ദൈവം ഇസ്രായേലിനെ നോക്കിക്കൊണ്ട് പറയുന്നത്. അതുകൊണ്ട് ഇനി അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്തോ? ഇവിടെ പറയുന്നു, ആ വ്രണങ്ങളൊന്നും വച്ചു കെട്ടിയിട്ടില്ല, ഞെക്കി കഴുകിയിട്ടില്ല. വച്ചു കെട്ടി അതിനെ ഭേദപ്പെടുത്തുവാൻ കഴിയാതെ അതും ചുമന്നുകൊണ്ട് നടക്കുന്നതായ ജനസമൂഹത്തെ നോക്കിക്കൊണ്ട് ഇനി ഈ ഒരു അവസ്ഥയിൽ നിങ്ങളെ അടിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ്. ഇപ്പോൾ ദാവീദിന്റെ കൂടാരം വീണുപോയി. ഇവരെങ്ങനെ ഇരുന്നവരായിരുന്നു? വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മനോഹരമായി ഇരുന്നതായ നഗരം ഇപ്പോൾ ഏതവസ്ഥയിലായി എന്ന് അവിടെ പറയുന്നു. വായിക്കാം. അയ്യോ ജനപൂർണയായിരുന്ന നഗരം, ജനപൂർണയായിരുന്ന നഗരം ഏകാന്തിയായിരിക്കുന്നത് എങ്ങനെ? ഏകാന്തിയായി പോയി. വളരെ സന്തോഷത്തോടെ ആനന്ദത്തോടെ ജീവിച്ചു. ഇപ്പോൾ ഒരു ഏകാന്തമായ ഒരു അനുഭവം. ആരും സഹായിപ്പാനില്ല. പലപ്പോഴും ഇന്ന് പലരുടെയും വ്യത അതാണ്. എന്നെ സഹായിപ്പാൻ ആരുമില്ല, എനിക്കാരുമില്ല, എന്നെ നോക്കുവാൻ ആരുമില്ല, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല, എന്നെ കരുതുവാൻ ആരുമില്ല. എന്നാൽ ഒരു സത്യം പലരും മറന്നു പോകുന്നുണ്ട്. പലപ്പോഴും ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുക നിമിത്തമായിട്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരവും അവർക്ക് പ്രതികൂലമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കിക്കൊള്ളണം, ലോകത്തിൽ നമ്മെ സഹായിപ്പാൻ ആരും ഉണ്ടായിരിക്കുകയില്ല, ലോകത്തിൽ നമ്മെ കരുതുവാൻ ആരും ഉണ്ടായിരിക്കുകയില്ല, ലോകത്തിൽ നമ്മെ സ്നേഹിപ്പാൻ ഒരു മനുഷ്യനുണ്ടായിരിക്കുകയില്ല. പക്ഷേ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവനെ തന്ന, നമ്മെ സൃഷ്ടിച്ച് ഉരുവാക്കിയ ദൈവം, നമുക്ക് വേണ്ടി ജീവനെ തന്ന കർത്താവായ യേശുക്രിസ്തു നമ്മോട് കൂടെ ഉണ്ടോ എന്നുള്ളത് നാം എപ്പോഴും ഉറപ്പുവരുത്തിക്കൊണ്ട് നാം എന്ത് ചെയ്യണം? ഞാൻ ഒരു ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ജീവിക്കുന്ന ആളല്ല എന്നുള്ളത് നാം എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളാൻ. ഇവിടെ എന്ത് പറയുന്നു? ജനപൂർണയായിരിക്കുന്ന നഗരം
ഏകാന്തയായിരിക്കുന്നത് എങ്ങനെ? അടുത്ത ജാതികളിൽ മഹതിയായിരുന്നവൾ വിധവയെ പോലെ ആയതെങ്ങനെ? ജാതികളുടെ ഇടയിൽ അത്ഭുത വിഷയമായിരുന്നവൾ ഇപ്പോൾ ഒരു വിധവയെ പോലെ ആയി തീർന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത്ഭുതമായിട്ട് തന്നെ ദൈവം നടത്തി, അതിശയകരമായി നടത്തി, അത്ഭുതങ്ങൾ ഒത്തിരി ധാരാളമായിട്ട് ദൈവം ചെയ്തു. ഈ വിധമായ അനുഭവങ്ങളെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ ജനം എങ്ങനെയായി തീർന്നിരിക്കുന്നു? വളരെയധികം ബലഹീനമായ അവസ്ഥയിൽ, വളരെയധികം വേദനയോടുകൂടെ നിറഞ്ഞ അനുഭവത്തിൽ പ്രത്യാശയൊക്കെ നഷ്ടപ്പെടുത്തി. യെഹെസ്കേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 37-ാം അധ്യായത്തിൽ ആ ഇസ്രായേൽ ജനതയെ ദൈവം കാണുന്നുണ്ട്. ദൈവം കണ്ടിട്ട് പ്രവാചകനായ യെഹെസ്കേലിനെ അവിടെ കൊണ്ട് നിർത്തിയപ്പോൾ ആ ഒരു താഴ്വരയുടെ ആണ് തൻ്റെ ദർശനത്തിൽ കാണിച്ചു കൊടുക്കുന്നത്. എന്നാൽ ഒരു താഴ്വരയിൽ തന്നെ കൊണ്ട് നിർത്തി ആ ദർശനത്തിൽ കണ്ടത് ഉണങ്ങി വരണ്ടുപോയ അസ്ഥികളെയായിരുന്നു. ഉണങ്ങി വരണ്ടുപോയതായ അസ്ഥികളെ നോക്കിയിട്ട് ദൈവം ഈ യെഹെസ്കേലിനെ കാണിച്ച് ചോദിക്കുന്നു, ഈ അസ്ഥികൾ ജീവിക്കുമോ? തനിക്കൊരു മറുപടി പറയുവാൻ തൻ്റെ മാനുഷികമായ അനുഭവത്തിൽ കഴിയാതെ പരിതപിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആരാണ് ഈ അസ്ഥികൾ എന്ന് പറഞ്ഞാൽ 37-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അസ്ഥികൾ ആരാണെന്ന് ദൈവത്തിന്റെ മനുഷ്യനായ യെഹെസ്കേലിന് ദൈവം ഓർമ്മപ്പെടുത്തി കൊടുത്തു. വായിക്കാം 37-ാം അധ്യായം 11-ാമത്തെ വാക്യം. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ആരാണ്? ഇസ്രായേൽ ഗ്രഹമാണ്. അവരെന്താണ് പറയുന്നത്? വായിക്കാം. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. അടുത്ത, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കും. ഒരു കാലത്ത് നിവർത്തപ്പെട്ട് നിന്നായ ഒരു കൂടാരം പോലെ ദൈവസന്നിധിയിൽ സന്തോഷിച്ച് ആനന്ദിച്ചിരുന്നവർ ഇപ്പോൾ എന്ത് പറയുന്നു? ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. ഞങ്ങൾ ഏറ്റവും ഉണങ്ങിപ്പോയി, ഞങ്ങളൊരു വരണ്ട അവസ്ഥയിലായിപ്പോയി. ഇപ്പോൾ ഇതായി ഞങ്ങൾ ഏറ്റവും ഒടിഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, ആരെങ്കിലും ഇവിടെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നവർ വേദനയോടുകൂടെ വ്യാകുലതയോടുകൂടെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരവസരം ദൈവം തരികയാണ്. ഇപ്പോൾ കൃപയുടെ വാതിൽ നമുക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവം, നമ്മുടെ ദൈവം വാക്കുമാറാത്തവനായ ദൈവം, ഇന്നും അനുഗ്രഹിക്കുന്ന ദൈവമാണ്, സന്തോഷം പകർന്നു തരുന്ന ദൈവമാണ്, പ്രത്യാശ നൽകുന്ന ദൈവമാണ്. ഈ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ വീണ്ടും ഒരു അനുഭവത്തെ പ്രാപിക്കുവാൻ നാം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങളിൽ തകർന്നടിഞ്ഞു പോയതായ ഈ ഒരു ഇസ്രായേലിനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, സിയോൻ പുത്രിയുടെ മതിലേ, നീ ഓലോല കണ്ണുനീരൊഴുക്കി നീ കരയുക, നീ രാത്രിയാമങ്ങളിൽ ഉണർന്ന് നിലവിളിക്കുക. വായിക്കണം. അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു. സിയോൻ പുത്രിയുടെ മതിലേ, രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക. സിയോൻ പുത്രിയുടെ മതിലേ, രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്. നിനക്ക് തന്നെ നീ ഒരു സ്വസ്ഥത നൽകരുത്. നിന്റെ കൺമണി വിശ്രമിക്കുകയും അരുത്. നിന്റെ കൺമണി വിശ്രമിക്കരുത്. രാത്രിയിൽ യാമാരംഭത്തിങ്കിൽ എഴുന്നേറ്റ് നിലവിളിക്കാം. രാത്രിയിൽ യാമാരംഭത്തിങ്കിൽ എഴുന്നേറ്റ് നിലവിളിക്കാം. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. ഈ വാക്യം മനസ്സിലായവരെന്ന് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ബൈബിളൊക്കെ എടുത്ത് നോക്കണം കേട്ടോ, വരച്ചിട്ടേക്കണം. ഇവിടെ പറയുന്നു, നീ ഒരവസ്ഥ. നാം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വായിച്ചു, ജനപൂർണ്ണയായിരുന്നു നഗരം, ഏകാന്തയായി തീർന്നു. വളരെ സന്തോഷത്തോടുകൂടെ ഇരുന്നവൾ ഇപ്പോൾ ഇതാ വിധവയെ പോലെ വസിക്കുക. ഈ ഒരു അനുഭവത്തിൽ നിന്ന് മാറ്റം വരുവാൻ ഇതാ ഒരു മുന്നറിയിപ്പ് പറയുന്നു, സിയോൻ പുത്രിയുടെ മതിലേ, നീ ഓലോല കണ്ണുനീരൊഴുക്കുക. ഇന്ന് നമുക്ക് പ്രാർത്ഥനാ ജീവിതമുണ്ട്. എത്ര പേർ ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ട്? ഇവിടെ എന്ത് പറയുന്നു? എങ്ങനെ പ്രാർത്ഥിക്കാനാണ് പറയുന്നത്? നീ ഓലോല കണ്ണുനീരൊഴുക്കുക. അടുത്ത ഒന്നുകൂടെ വായിച്ചാട്ട്. സിയോൻ പുത്രിയുടെ മതിലേ, രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക. നമ്മുടെ അവസ്ഥകളെ ഓർത്തിട്ട്, നാം ദൈവത്തിൽ അകന്നു പോയത് ഓർത്തിട്ട്, നമ്മുടെ ദർശനങ്ങൾ നഷ്ടപ്പെട്ടത് ഓർത്തിട്ട് ഓലോല കണ്ണുനീരൊഴുക്കണം. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്. നിനക്ക് നീ സ്വസ്ഥത കൊടുക്കരുത്. എന്തിനാ? ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞ് നമുക്ക് നമ്മുടെ നാം സ്വസ്ഥതയില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് എന്ത് ചെയ്യണം? നിലവിളിച്ച് ദൈവസന്നിധിയിൽ നഷ്ടപ്പെട്ട അനുഭവം, ഒരു കാലത്ത് ദൈവത്തിന്റെ ജലം പ്രാപിച്ചിരുന്ന അനുഭവങ്ങളെ, നാം ആദ്യ നാളുകളിൽ പ്രാപിച്ചിരുന്ന ആ സന്തോഷത്തെ മടക്കിയത് പ്രാപിച്ചുകൊള്ളാൻ നിനക്ക് തന്നെ സ്വസ്ഥത കൊടുക്കാതെ നീ ഓലോല കണ്ണുനീരൊഴുക്കി കരയുക. നിന്റെ കൺമണി വിശ്രമിക്കുകയും അരുത്. നിന്റെ കൺമണി വിശ്രമിക്കരുത്. രാത്രിയിൽ യാമാരംഭത്തിങ്കിൽ എഴുന്നേറ്റ് നിലവിളിക്കാം. രാത്രിയിൽ യാമാരംഭത്തിങ്കിൽ എഴുന്നേറ്റ് നിലവിളിക്കാം. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ വെള്ളം പോലെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുക.
ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ പകരുമ്പോൾ അവിടെ ഒരു അനുഗ്രഹം, സന്തോഷം ലഭിക്കും. ഒരിക്കൽ ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവിടെ ഹന്ന എന്ന ഹൃദയഭാരത്താൽ നിറയപ്പെട്ടതായ സ്ത്രീ താൻ വളരെയധികം ദൈവസന്നിധിയിൽ പകർന്നതായി, തൻ്റെ ഹൃദയത്തെ പകർന്നതായി ആ പുരോഹിതനായ ഏലിയോട് താൻ പറയും, യജമാനനെ, ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയാണ് ചെയ്തത്. എത്ര പേർ ദുഃഖങ്ങളും വേദനകളും ഭാരങ്ങളൊക്കെ വരുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് അറിയുമ്പോൾ ഹൃദയങ്ങളിൽ ദൈവസന്നിധിയിൽ പകരുന്ന എത്ര പേരുണ്ട്? പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് പ്രാർത്ഥനയൊക്കെ ഒരു കടമയായി, ഒരു ആചാരമായി മാറ്റപ്പെട്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇന്ന് നമുക്ക് എല്ലാറ്റിനും സമയമുണ്ട്. ജോലി ചെയ്യുവാൻ സമയമുണ്ട്, എവിടെയും പോകേണ്ടതിനൊക്കെ സമയമുണ്ട്, അവിടെ എവിടെയെല്ലാം പോകാനൊക്കെ സമയമുണ്ട്. പക്ഷേ ചിലതിനൊന്നും സമയമില്ല. പ്രാർത്ഥനയ്ക്ക് സമയം കുറവാണ്. യോഗങ്ങളിൽ സംബന്ധിക്കുവാൻ സമയം കുറവാണ്. ഏറ്റവും കൂടുതൽ സഭായോഗത്തിന് പോലും കൃത്യത പാലിക്കാത്തവരാണ് ഇന്ന് അനേകർ. ഒരു കൂട്ടരൊക്കെ എന്ത് ചെയ്യും? കൃത്യസമയത്ത് വരും. 9:30 സഭായോഗമാണെങ്കിൽ 9:30 എത്തും. പിന്നീട് ഒരു കൂട്ടരും വന്നുകൊണ്ടിരിക്കും. എത്ര 11:30 മണി വരെ വന്നുകൊണ്ടിരിക്കും. കാരണം സമയമില്ല, എല്ലാവരും തിരക്കില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം വളരെ ബിസി ആയിപ്പോയി. കാരണം ഒരു കാലത്ത് നന്മകളില്ലായിരുന്നു, അനുഗ്രഹങ്ങളും സന്തോഷവും സമ്പത്തൊക്കെ കുറവായിരുന്നു, ആ ബിസിനസ്സൊക്കെ ഒത്തിരി കുറവായി. പക്ഷേ ഇന്നെല്ലാം കിട്ടിയപ്പോൾ എല്ലാവരും വളരെ ബിസിയിലായിപ്പോയി. പിന്നെ എന്തിനാ സമയമില്ലാതെ പോയത്? തൽഫലമായിട്ട് മാറ്റിവെച്ച് ഏതിനാ മാറ്റിവെച്ചത്? പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞു. ഒരു കാലത്ത് പെന്തക്കോസ്തുകാരുടെ വീടുകൾ കണ്ടാലറിയാം, പെന്തക്കോസ്തുകാരെ കണ്ടാലറിയാം, രാവിലെയും വൈകുന്നേരവും അവിടെ നല്ലൊരു പ്രാർത്ഥനയുണ്ടായി. ഇന്ന് നമ്മുടെ വീടുകളിൽ എത്ര വീടുകളിലാണ് കുടുംബ പ്രാർത്ഥനയുള്ളത്? ഇവിടെ ഇരിക്കുന്നവർ ഞാനൊന്ന് കൈ ഉയർത്താൻ പറയട്ടെ. കുടുംബ പ്രാർത്ഥനകൾ കൃത്യമായി നടത്തുന്നവർ, രാവിലെയും വൈകിട്ടും കുടുംബമായിട്ട് എഴുന്നേറ്റ് ഒരുമിച്ചിരുന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തൽ അല്ലെങ്കിൽ പറഞ്ഞാട്ട്. ഒത്തിരി കൈകളൊന്നും ഇപ്പോൾ ഉയർന്നില്ല, നേരത്തെ എല്ലാ കൈകളും ഉയർന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ എന്ത് ചെയ്യുന്നു? പാട്ടായിട്ട് 1-ാമത്തെ ആരാധന, 2-ാമത്തെ ആരാധന, 3-ാമത്തെ ആരാധന. എങ്ങനെ ആരാധന? ഞങ്ങളൊക്കെ ചില സന്ദർഭങ്ങളിൽ ചില ഭവന സന്ദർശനങ്ങൾ പോകാറുണ്ട്. അപ്പോൾ മറ്റു ചില സഭകളിൽ നിന്നൊക്കെ വിശ്വാസത്തിലേക്ക് വരുന്ന ചിലരൊക്കെ, നമ്മുടെ കൂടെയൊക്കെ വരുന്ന ചിലരുടെയൊക്കെ ഒരു സംസാരമുണ്ട്. അവർ പറയും, ഫസ്റ്റ് കുഞ്ഞുങ്ങൾ ആദ്യം ഒരു ആരാധന അവർ ആത്മാവിൽ അങ്ങ് ആരാധിക്കും. അവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആരാധിക്കും. ഞങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ ഒരു ആരാധന, മക്കൾക്കൊരാരാധന. അതല്ല കുടുംബ പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. പിന്നെ എങ്ങനെയാ കുടുംബ പ്രാർത്ഥന? ഒരു മാതാവ്, പിതാവ്, മക്കൾ എല്ലാവരും ചേർന്ന് സന്ധ്യയാകുമ്പോൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കണം. ഒരു സമയം വേർതിരിക്കപ്പെട്ടിരിക്കണം. എത്ര പേർ അതിനുവേണ്ടി തീരുമാനമെടുക്കുന്നുണ്ട്? എത്ര പേർ അത് കൃത്യമായി ചെയ്യുന്നുണ്ട്? പ്രിയ ദൈവമക്കളെ, കാലങ്ങൾ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒന്ന് ഒരുങ്ങേണ്ട സമയമാണ്. കർത്താവിൻ്റെ വരവിനോട് നാം ഏറ്റവും അടുത്ത് വന്നിരിക്കുകയാണ്. ലോകത്തിൻ്റെ സംഭവങ്ങളെല്ലാം ഇന്ന് നാം കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കും. ഏത് സമയത്തും നമ്മുടെ കർത്താവ് വരാം. സംഭവങ്ങൾ ഏകദേശം എല്ലാം നിറവേറി കഴിഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ശരിക്കും എന്ത് ചെയ്യണം? ഒരുങ്ങണം. ഒരുങ്ങിയില്ലായെങ്കിൽ ഒരു ദിവസം കർത്താവിൻ്റെ വരവ് നമുക്ക് കെണിയായി സംഭവിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസത്തിൽ സഹോദരി സാക്ഷ്യം പറഞ്ഞ് കേട്ടില്ലേ? കർത്താവിൻ്റെ വരവിന് ശേഷം താൻ വളരെ വ്യാകുലപ്പെടുന്നതിനെ കുറിച്ച് അത് തന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ചതായി പറഞ്ഞു. താൻ കണ്ടതായ ദർശനം ഇതുപോലെ സംഭവിക്കുവാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഒരു സഹോദരൻ തൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ ഏതാണ്ട് ഒരു 40-45 ബസ്സുകളുണ്ട്. സന്ധ്യയാകുമ്പോൾ കുറച്ച് ബസ്സുകളൊക്കെ മദ്രാസിലോട്ട് പോകും, കുറച്ച് ബസ്സൊക്കെ മദ്രാസിൽ നിന്ന് തിരിച്ചു വരും. ഈ ഒരു അനുഭവത്തിൽ അതിലെ ഒരു ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു ബസ്സിൽ നിന്ന് കയറി അടുത്തൊരു ബസ്സിൽ കയറി ആ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യണം. അങ്ങനെയുള്ള ജോലിയാണ് നൽകിയിരുന്നു. അപ്പോൾ ഈ 12 മണിക്കൂർ ഓട്ടം ഓടുമ്പോഴും പല ബസ്സുകൾ കയറി യാത്ര ചെയ്യുക. അങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ ഒരു ദിവസം രാവിലെ യാത്ര ചെയ്ത് വരുമ്പോൾ ഏതാണ്ട് ഒരു 8-10 വാഹനങ്ങൾ ഒരുമിച്ച് ഇടിച്ചു കിടക്കുന്നു. ഇതുവരെയും കണ്ടിട്ടില്ല. താനും വർഷങ്ങളായിട്ട് ആ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ പുറകെ എല്ലാം ഇടിച്ചു കിടന്നപ്പോൾ താൻ വളരെ പെട്ടെന്ന് തൻ്റെ ഹൃദയത്തിലൊരു ചിന്ത വന്നുപോയി. ചിലപ്പോൾ കർത്താവ് വന്നതാണോ? ഈ വാഹനം ഓടിച്ചവരൊക്കെ വിശ്വാസികളായിരിക്കുമോ? അതുകൊണ്ടായി കർത്താവ് വന്നപ്പോൾ ഇവരെല്ലാം പോയത് ഒരുമിച്ച് ഈ വാഹനങ്ങളെല്ലാം ഇടിച്ച് കിടന്നു കണ്ടപ്പോൾ താൻ ഒരു പെട്ടെന്ന് തൻ്റെ വ്യാകുലത തൻ്റെ ഉള്ളിൽ കയറി. തൻ്റെ ഉള്ളിൽ ആ വ്യാകുലത വന്നിട്ട് താൻ ഇറങ്ങി തൻ്റെ ഫോൺ എടുത്തിട്ട് വീട്ടിലോട്ട് വിളിച്ചപ്പോൾ ആരും ഫോൺ എടുക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്ന് നേരെ ഫെയ്ത്ത് ഹോമിലോട്ട് വിളിച്ചപ്പോൾ അവിടെയും ഫോൺ എടുക്കുന്നില്ല. രാവിലെ പ്രാർത്ഥനയുടെ സമയമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെയും ഫോൺ എടുക്കാതിരുന്നപ്പോൾ സെൻട്രൽ ഫെയ്ത്ത് ഹോമിലോട്ട് വിളിച്ചു. അവിടെയും ആരും ഫോൺ എടുത്തില്ല. തൻ്റെ ഹൃദയത്തിൻ്റെ സമനില തെറ്റി. ആകപ്പാടെ വല്ലാത്തൊരു വിഷമമായി. അപ്പോൾ എല്ലാവരും പോയി, ഞാൻ മാത്രം ശേഷിച്ചോ എന്നൊരു ചിന്ത.
ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഇതുപോലൊരു അനുഭവം ഉണ്ടാകാൻ പോവുകയാണ്. എത്രയും വേഗത്തിൽ അത് സംഭവിക്കാൻ പോവുകയാണ്. ഇപ്പോൾ പിന്നീട് എന്തെങ്കിലും ചെയ്തിട്ടോ നിലവിളിച്ചിട്ടോ വ്യാകുലപ്പെട്ടിട്ടോ കാര്യമില്ല. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? തനിക്ക് സമാധാനമില്ല, സ്വസ്ഥതയെ പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അനേറിയ വർഷങ്ങൾ വിശ്വാസത്തിൽ നിലനിന്നു. പക്ഷെ എനിക്കിങ്ങനെ സംഭവിച്ചോ? ഒരു കൂട്ടരൊക്കെ പോയോ? വീട്ടിൽ വിളിച്ചിട്ട് അവിടെ നിന്ന് ഫോൺ കിട്ടുന്നില്ല, ആ ഫെയ്ത്ത് ഹോമിൽ വിളിച്ച് കിട്ടുന്നില്ല, സെൻട്രൽ ഫെയ്ത്ത് ഹോമിൽ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല. വ്യാകുലപ്പെട്ട നിലവാരത്തില്ല. താൻ വളരെയധികം വ്യസനിച്ച് താൻ എന്ത് ചെയ്യുന്നറിയാമോ? അവസാനം പിന്നെ ഇത് ബ്ലോക്കെല്ലാം മാറ്റി വാഹനം പുറകെ വന്നു. ഞാൻ വന്നപ്പോൾ സാധാരണ ജോലി കഴിഞ്ഞ് നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. പക്ഷെ അന്ന് പോയത് നേരെ ഫെയ്ത്ത് ഹോമിലോട്ട്. കാരണം അവിടെ ആരെങ്കിലും ഉണ്ടോയെന്നറിയാം. അവിടെ ചെന്നപ്പോഴത്തേക്ക് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാ ഒന്ന് ജീവൻ വീണെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ സംഭവിക്കുവാൻ പോകും. ആകയാൽ ഇപ്പോൾ നാം ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കണം. ഇപ്പോൾ നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. വീണുപോയ കൂടാരങ്ങളെ, നഷ്ടപ്പെട്ടതായ അനുഭവങ്ങളെ നാം പുതുക്കി പ്രാപിച്ച് അനുഗ്രഹം പ്രാപിക്കുകയാണ്. ഇവിടെ കർത്താവ് ഇന്നും നമ്മെ സന്തോഷിപ്പിക്കുന്ന ദൈവമാണ്, സമാധാനത്തെ നൽകുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ ആ സന്തോഷം നാം പ്രാപിച്ചെടുക്കുവാനിടയാകെ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? നാം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ജീവനെ തന്നു. തൻ്റെ രക്തമാണ് നമുക്ക് തന്നിരിക്കുന്നത്, അതിൻ്റെ യൗവന രക്തം. ആ യൗവന രക്തത്തിൻ്റെ വിലയാണ് ഇവിടെ ഇരിക്കുന്നത് നാം ഓരോരുത്തരും. ഞാനും നിങ്ങൾ ആ രക്തത്തിൻ്റെ വിലയായിട്ട് ഒരു കാലത്ത് അനുഭവിച്ചിരുന്ന ശാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട്, രോഗത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട്, പൈശാചികമായ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട്, നിരാശപൂർണമായ ഒരു ജീവിതത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട്, ദൈവസന്നിധിയിൽ വന്ന് പ്രത്യാശയുള്ളൊരു ജീവിതം തന്ന്, സമാധാനപൂർണമായ ഒരു ജീവിതം തന്ന്, ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട് ഇപ്പോൾ ദൈവമക്കളാക്കി നമ്മെ തീർത്തിരിക്കുന്നു. ഇപ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, ആരാധിക്കുവാൻ സമയമില്ല, ഇടയോഗങ്ങൾക്ക് കടന്നു പോകുവാൻ സമയമില്ല. ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും ഇന്ന് ഒരു കൂട്ടം വിശ്വാസികൾക്ക് അറിയത്തില്ല. ബൈബിൾ ക്ലാസ് എന്താണെന്ന് അറിയത്തില്ല, കാത്തിരിപ്പ് യോഗം എന്താണെന്ന് അറിയത്തില്ല. ഒരു കാലത്ത് ഇതിനൊക്കെ വളരെയധികം പ്രാധാന്യം ദൈവമക്കൾ കൊടുത്തിരുന്നു. പിന്നെ ഞായറാഴ്ച ഒരു ദിവസം ഒന്ന് തല കാണിക്കും. എപ്പോഴാ? 9:30 തുടങ്ങുന്നെങ്കിൽ 10:30 10:45 ആകുമ്പോൾ വന്നിരുന്ന് ഞാൻ ഇവിടുത്തെ മെമ്പറാണ്, അതുകൊണ്ടൊന്നും സ്വർഗരാജ്യത്തിൽ പോകാൻ കഴിയത്തില്ല. പോകണമോ? നാം ദൈവിക ചിന്തയോടുകൂടി ജീവിക്കുന്നവരായി. എൻ്റെ പ്രിയൻ വരും, എൻ്റെ പ്രിയൻ വരും, എൻ്റെ പ്രിയൻ വരുമ്പോൾ ഞാൻ പറന്നുയരുമെന്നുള്ള ചിന്ത നമ്മുടെ വീട്ടിലെ ജീവിതത്തിൽ, നാം ജോലി സ്ഥലത്ത് കടന്നു പോകുമ്പോൾ, നമ്മുടെ യാത്രകളിൽ, നമ്മുടെ എല്ലാ പ്രവൃത്തി മേഖലകളിലും ആ ഒരു ചിന്തയോടുകൂടി ജീവിച്ചില്ല എങ്കിൽ പ്രിയമുള്ളവരെ നാം നഷ്ടപ്പെട്ടു പോകുവാനിടയുണ്ട്. ആകയാൽ നാം നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ ഉണർത്തപ്പെടേണ്ടതായ സമയമെന്നാണ് നമ്മുടെ കർത്താവ് പറയുന്നു. ഇതാരളി ചെയ്യുന്ന യഹോവ, ഇതനുഷ്ഠിക്കുന്ന യഹോവ അരുളി ചെയ്യുന്നു. എന്താ പറയുന്നത്? ആ വീണുപോയ കൂടാരത്തെ ഉയർത്തി അതിൻ്റെ പിളർപ്പുകളെ അടച്ച്, അതിൻ്റെ ഇടിവുകളെ പണിത് അതിനെ പുരാതന കാലത്തിലേക്ക് കൊണ്ടുവരും. ആ പുരാതനമായ അനുഭവത്തിലെ പ്രാപിക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അങ്ങനെയുള്ളവർ സമർപ്പിച്ചാട്ടെ ദൈവത്തിന് സന്നിധിയിൽ ഒരു നിമിഷം നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ച് ദൈവസന്നിധിയിൽ, കർത്താവേ, ആദ്യകാല അനുഭവങ്ങൾ, ഒരു പാട്ടിങ്ങനെ പാടാറുണ്ട്, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ അതിശയം ലോകത്തിൽ നടക്കുവാൻ നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ഒന്ന് ചേർന്ന് പാടാം. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ. ആദ്യ നൂറ്റാണ്ടിൽ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്ന ആത്മാവേ അമിത ബലം തരണേ. ഈ പാട്ടിൽ കേട്ടാലേ ആത്മാവ് വരത്തില്ല. ദൈവത്തിന് സ്തോത്രം. ആദ്യ നൂറ്റാണ്ടിൽ ഒരു ശക്തി ഉണ്ടായി. ദൈവത്തിന്റെ ജനം ദൈവത്തെ ആരാധിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഇരുന്ന സ്ഥലം കുലുങ്ങി. അവർക്ക് അഗ്നിജ്വാലയ്ക്കൊത്ത നാവുകൾ പ്രത്യക്ഷപ്പെട്ടു. അഗ്നിജ്വാലയ്ക്കുള്ളതായ നാവുകൾ പ്രത്യക്ഷപ്പെട്ട് ഓരോരുത്തർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകൾ സംസാരിച്ചപ്പോൾ ഒരു വലിയ ധൈര്യമുണ്ടായി. അവിടെ പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്നു. ഈ പത്രോസ് ആരായിരുന്നു? അത്ര ധൈര്യമൊന്നുള്ള മനുഷ്യനല്ലായിരുന്നു. ഭയങ്കര വീരവാദമൊക്കെ ഉണ്ടായിരുന്നു. യേശു ഉണ്ടായിരുന്നപ്പോൾ യേശു അവനോടൊക്കെ ധീരതയോടൊക്കെ മുന്നോട്ട് ഇറങ്ങി നിന്നവനായി. പക്ഷെ വലിയ ശക്തിയൊന്നും ഇല്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുവിനോട് പറഞ്ഞു, നിന്നോട് മരിക്കേണ്ടി വന്നാൽ ഞാൻ നിന്നെ വിട്ടു പോകത്തില്ലെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കാരണം താൻ പറഞ്ഞത് നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ടെന്നുള്ളതായ ദർശനമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാ കാര്യത്തിനും മുന്നിലിറങ്ങി നിന്ന പത്രോസ് ഒരു ബാല്യക്കാരത്തിയുടെ മുന്നിൽ പറയുകയാണ്, എനിക്കവനെ അറിയത്തില്ല, ഞാനവനെ കണ്ടിട്ടില്ല, നിങ്ങൾ എന്തായി പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞെന്ത് ചെയ്തു?
പത്രോസ് ആണയിടുവാൻ പ്രാകാൻ തുടങ്ങി. ഇതൊക്കെ കേട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോയി ഈ പത്രോസ് യേശു പറഞ്ഞ വാക്കുകൾ അവൻ ഓർക്കുന്നു. യേശു എന്ത് പറഞ്ഞു? ഇന്ന് കോഴി കൂകുന്നതിന് മുമ്പായി നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. ആ വാക്ക് അവൻ്റെ ഹൃദയത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവൻ പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആ പത്രോസിനെ തേടി യേശു കടന്നു വന്നു. ആ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു പത്രോസിന്റെ അടുക്കലേക്ക് കടന്നുപോയി. പത്രോസ് പഴയ അനുഭവത്തിലോട്ട് പോയിരുന്നു. അപ്പോഴേക്ക് ആ പഴയ അനുഭവത്തിൽ നിന്ന് കൊണ്ടുവന്ന് യഥാസ്ഥാനപ്പെടുത്തി ആ സഖിയോൻ മാളികയിൽ ഇരിക്കുവാൻ അരുളി ചെയ്തിട്ട് പറയുകയാണ്, ഇനി നിങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് എൻ്റെ വാഗ്ദത്തം നിവർത്തിക്കപ്പെടുന്നതുവരെയും നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. തൽഫലമായിട്ട് പത്രോസും കൂട്ടരുമായിട്ട് അവിടെ ഇരിക്കുകയാണ്. പത്രോസിന് മേലും ആ ജനത്തിന് മേലും ദൈവശക്തി അളവ് കൂടാതെ പകർന്നു. ആ ദൈവശക്തി അളവ് കൂടാതെ പകർന്നപ്പോൾ ഇതാ ഒരു വലിയ ജനസമൂഹം തന്നെ വന്നുകൂടി. നമുക്കറിയാം, അന്ന് യേശുവിൽ വിശ്വസിച്ചവർ 3000 പേരായി. കർത്താവിന്റെ വചനത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ സ്വീകരിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം സ്വീകരിച്ചവർ 3000 പേർ അന്നുണ്ടായിരുന്നു. ആ വലിയ ജനസമൂഹത്തിന്റെ മുന്നിൽ ഈ പത്രോസ് എഴുന്നേറ്റ് നിന്ന് ധൈര്യത്തോടുകൂടെ, ഒരു കാലത്ത് ഒരു പെൺകുട്ടിയുടെ മുന്നിൽ, ഒരു ബാല്യക്കാരത്തിയുടെ മുന്നിൽ തളർന്നുപോയ പത്രോസ് ഇപ്പോൾ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ അധൈര്യങ്ങളെ മാറ്റിയിട്ട്, നമ്മുടെ ബലഹീനതകളെ മാറ്റിയിട്ട് നേരോടെ നിൽപ്പാൻ, ദൈവത്തിന്റെ വചനങ്ങൾക്ക് വേണ്ടി ഉറപ്പോടെ വിശ്വസ്തയോടുകൂടെ നിൽപ്പാൻ ശക്തി പകരുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മധ്യേ പരിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആത്മാവിന് നാം ഇടം കൊടുത്താൽ ഇന്ന് പകൽക്കാലവും നമ്മുടെ മേൽ ആ ആത്മാവിനെ പകരുവാൻ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ കൂടാരം എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു അനുഭവത്തിൽ ആയിത്തീരണം. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? സദൃശവാക്യം 12-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, വ്യസനം മുഖാന്തരമായിട്ട് എൻ്റെ മനസ്സിടിയുന്നു. വേദനകൾ, കഷ്ടങ്ങൾ, പരീക്ഷകൾ, രോഗങ്ങൾ ഇതെല്ലാം വരുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മളേതോ വേറെ ലോകത്തിലോട്ട് പോവുക. കർത്താവ് ജീവിക്കുന്നെന്നും എൻ്റെ യേശു സൗഖ്യമാക്കുന്നെന്നും വചനങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷിക്കുന്ന ദൈവമക്കൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകാറുണ്ട്. ഈ വാക്യം അതിനോട് ഒത്തുവരാറുണ്ട്. വായിക്കാം. സദൃശവാക്യം 12-ാം അധ്യായം 25-ാമത്തെ വാക്യം. മനോവ്യസന ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു. മനോവ്യസന ഹേതുവായി മനുഷ്യന്റെ മനസ്സ് ഇടിയും. എല്ലാ ഹൃദയത്തിലെ ധൈര്യവും നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹൃദയം വിഷാദത്താൽ നിറയപ്പെടും. 143-ാമത്തെ സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ ഹൃദയം ഇപ്പോൾ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുകയാണ്. ഞാനിപ്പോൾ സ്തംഭിച്ചിരിക്കുക. ഒന്നിനും പറ്റുന്നില്ല. പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ആരാധിക്കാൻ കഴിയുന്നില്ല, ബൈബിൾ വായിക്കാൻ കഴിയുന്നില്ല, ദൈവസന്നിധിയിൽ ഹൃദയം പകരുവാൻ കഴിയുന്നില്ല. ആ ഒരു അവസ്ഥയിലോട്ട് വായിക്കാം. ആകയാൽ എന്റെ മനം എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു. ആകയാൽ എന്റെ മനം എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു. എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ സ്തംഭിച്ചിരിക്കുന്നു. എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ സ്തംഭിച്ചിരിക്കും. ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഹൃദയമൊക്കെ സ്തംഭിച്ച്, ഭാരപ്പെട്ട്, വ്യാകുലപ്പെട്ട് ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. ആ ഒരു അവസ്ഥയിൽ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവരെ കെട്ടിപ്പടുത്തുയർത്തുവാൻ, അവരെ ശക്തീകരിക്കുവാൻ ശക്തിയുള്ളവനായ ദൈവം നമ്മുടെ മധ്യമുണ്ട്. എന്നാൽ നാം ആയിരിക്കേണ്ട ചില അനുഭവങ്ങൾ കൂടെ ഓർപ്പിച്ചിട്ട് ഞാൻ ഈ യോഗം അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൂടാരം എന്നൊക്കെ പറയുമ്പോൾ അത് സന്തോഷത്തിന്റെ അനുഭവമാണ്. ഈ സന്തോഷത്തിന്റെ അനുഭവം നഷ്ടപ്പെട്ടതായിട്ടാണ് പ്രവാചകനായ ആമോസ് വിളിച്ച് പറഞ്ഞു. എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് ഉണർത്തി എഴുന്നേൽപ്പിച്ച് ജീവിതത്തെ അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുവാൻ കഴിവുള്ളവനായ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ഒരു അവസ്ഥയിൽ നിന്ന് വിടുവിച്ച് നമ്മെ രക്ഷയുടെ സന്തോഷത്താൽ നിറച്ചും സമാധാന സമൃദ്ധി കൊണ്ട് നിറച്ചും ആ സ്വർഗത്തിലെ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ പകർന്ന് ഈ ലോകത്തിലൊരു ജീവിതം നമുക്ക് തരുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. എന്നാൽ ഈ കർത്താവിനോടുകൂടി ജീവിക്കുവാൻ നാം എത്ര പേർ ആഗ്രഹിക്കുന്നു? നമ്മുടെ ശരീരം ഒരു കൂടാരമാണ്. ഒന്നാമത് ആ ശരീരത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ശരീരത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നാം എബ്രായ ലേഖനത്തിൽ പറഞ്ഞു, നീ എനിക്കൊരു ശരീരം തന്നു. ആ ശരീരം ദൈവഇഷ്ടത്തിനുള്ളത്. എന്നാൽ ആ ശരീരത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, കൂടാരമായ ഞങ്ങളുടെ ശരീരത്തെ കുറിച്ചാണ് താൻ പറയുന്നത്. ഈ ഭൗമഭവനം കൂടാരമാണ്. ഈ കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനമായി ദൈവത്തിന്റെ കെട്ടിടം ഉണ്ട് എന്നും, ആകയാൽ ഈ കൂടാരത്തിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞരങ്ങിക്കൊണ്ട് നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ആ പാർപ്പിടം മീതെ ധരിപ്പാൻ ഞങ്ങൾ വാഞ്ചിക്കുന്നു. അപ്പോൾ ഈ കൂടാരത്തിൽ ഇരിക്കുമ്പോൾ ഒരു ദൈവ പൈതൽ ഞരങ്ങിക്കൊണ്ട്, നിരാശപ്പെട്ട്,
വ്യാകുലപ്പെട്ടല്ല ജീവിക്കേണ്ടത്. കർത്താവായ യേശു ക്രിസ്തു നമുക്കൊരു ശരീരം തന്നതിനാൽ നാം എങ്ങനെ ജീവിക്കണം? സന്തോഷത്തോടെ ജീവിക്കണം. സന്തോഷത്തോടെ ജീവിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. പലരും ഇപ്പോൾ പറയാം ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നു. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. ഈ കൂടാരത്തിൽ ഇറങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ഇവിടെ ഇരിക്കണം. ഈ സന്തോഷം എങ്ങനെ നമുക്ക് ലഭിച്ചു? നാം ഒരു കാലത്തേക്കും ചിലപ്പോൾ അല്പം പുറകിലോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, നമ്മുടെ രക്ഷയുടെ ദിവസത്തിന് പുറകിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്രയോ ദുഃഖങ്ങളുണ്ടായി. ഞാൻ ഓർക്കാറുണ്ട്, പലപ്പോഴും ചിന്തിക്കാറ്. എൻ്റെ ശൈശവ പ്രായത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാ ഈ ഭൂമിയിൽ ജനിച്ച്? എന്നും ദുഃഖം, എന്നും കഷ്ടത, എന്നും വ്യാകുലത, എന്നും രോഗം, ഒരു വിധത്തിൽ ഒരു വിടുതലില്ല. ആ അവസ്ഥയിൽ അനുദപിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായി. എന്നാൽ കൃപയാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും വളരെയധികം വ്യാകുലത, രോഗത്തിന്റെ കാഠിന്യങ്ങൾ എന്നും കഷ്ടതയാളാൽ നിറയപ്പെട്ടിരുന്നു. എന്നാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് വിശുദ്ധന്മാരോടുകൂടെ ചേർന്ന് വിശുദ്ധന്മാരോടുകൂടെയുള്ളതായ കൂട്ടായ്മയുടെ ബന്ധത്തിൽ വന്നപ്പോൾ, ദൈവത്തെ ആത്മാവിലും സത്യത്തിൽ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഹൃദയത്തിൽ സമാധാനക്കേടില്ല. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ദുഃഖത്തോടെ അല്ല ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത്, സമാധാനത്താലും സന്തോഷത്താലും നിറഞ്ഞ് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഇതുപോലെ സാക്ഷ്യം പറയാനില്ലേ? ഒരു കാലത്ത് നാം അനുഭവിച്ചിരുന്ന ദുഃഖം, ഒരു കാലത്ത് നാം അനുഭവിച്ചിരുന്ന നിരാശ, വേദന, ആ അനുഭവത്തിൽ നിന്ന് കർത്താവ് നമ്മെ വീണ്ടെടുത്ത് ഈ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് ഒരു ഭക്തൻ എന്താ പറയുന്നത്? 16-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അതുകൊണ്ട് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. വായിക്കാം. 16-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം വായിക്കാം. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച്, അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച്, എന്റെ മനസ്സ് ആനന്ദിക്കുന്നു, എന്റെ മനസ്സ് ആനന്ദിക്കുന്നു, എന്റെ ജഡവും നിർഭയമായി വസിക്കുന്നു. എന്റെ ജഡം നിർഭയമായി വസിക്കുന്നു. ഈ ഭാഗം എല്ലാവരും ഒന്ന് വരച്ചിട്ടിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു പോകണം. എൻ ഹൃദയം സന്തോഷിക്കുന്നുണ്ടോ? മനസ്സിലൊരു ആനന്ദമുണ്ടോ? ജഡം നിർഭയമായി വസിക്കുന്നു. ഇതാണ് ശരിയായ ക്രിസ്തീയ ജീവിതം. ദൈവത്തിന് സ്തോത്രം. രോഗങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കാം, പക്ഷെ സൗഖ്യമാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ടായിരിക്കാം, പക്ഷെ അതിന് പരിഹാരം നൽകുന്നവനായ കർത്താവുണ്ട്. ഈ പ്രശ്നങ്ങളും രോഗങ്ങളൊക്കെ വരുമ്പോൾ നാം ദൈവസന്നിധിയിൽ അഭയം തേടുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. ദൈവം അതിനൊരു പരിഹാരം നമുക്ക് നൽകുന്നു. അങ്ങനെ ദൈവശബ്ദം കേട്ടും ദൈവകൃപ അനുഭവിച്ചും ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് ഈ വചനം എൻ്റെ ജീവിതത്തിൽ ഒത്തു നിൽക്കുന്നു. എൻ്റെ ഹൃദയം സന്തോഷിച്ച്, മനസ്സ് ആനന്ദിച്ച്, എൻ്റെ ജഡം നിർഭയമായി വസിക്കുന്നു എന്നുള്ള കരങ്ങളെ ഉയർത്തി വീണ്ടും നമ്മുടെ കർത്താവിൽ നിന്ന് മഹത്വം കൊടുത്താട്ടെ. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അതേ, നമുക്കെല്ലാം ഇപ്പോഴും ഈ ഒരു അനുഭവം ഉണ്ടാകും. ഈ കൂടാരത്തിലൊരു സന്തോഷത്തിൻ്റെ അനുഭവമുണ്ട്. ഇല്ലാതെ എനിക്കെന്നും രോഗമാണ്. ചിലർക്ക് സാക്ഷിയിലൊക്കെ ചിലപ്പോൾ പറയും, ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം എൻ്റെ കഷ്ടത കൂടി, എൻ്റെ ഭാരം കൂടി, വേദനകൾ കൂടി. ആ ദൈവത്തെ അല്ല നമ്മൾ പിൻപറ്റുന്നത്. അങ്ങനെ പിൻപറ്റുന്നെങ്കിൽ കൂടാരം എന്ത് ചെയ്യുന്നു? വീണ് കിടക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി മുന്നിൽ നമ്മെ തന്നെ താഴ്ത്തി ഈ കൂടാരത്തെ ഒന്ന് ഉയർത്താണ്. ഈ കൂടാരത്തെ ഉയർത്തി നിർത്തുവാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം എന്ത് പ്രാപിക്കണം? 84-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ബലം നിന്നിലുള്ളതായ മനുഷ്യൻ ഭാഗ്യവാൻ. അതുകൊണ്ടാണ് എപ്പോഴും യോഗത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ വിശുദ്ധന്മാരൊക്കെ പറയും, നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞ ദൈവകൃപ പ്രാപിക്കുമെന്ന് പറയും. പലപ്പോഴും പറഞ്ഞാലൊന്നും ചിലരൊന്നും അനങ്ങത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും അനങ്ങത്തില്ല. എത്ര പറഞ്ഞാലും അനങ്ങത്തില്ല. ഒന്ന് കൈയടിക്കത്തില്ല, ഒന്ന് ആത്മാവിൽ നിറയത്തില്ല, ഒരു പരിശുദ്ധാത്മാവിൽ പ്രവർത്തിപ്പാൻ ഇടം കൊടുക്കത്തില്ല, വായൊന്ന് തുറക്കത്തില്ല. കാഴ്ചക്കാരെ പോലെ കേൾവിക്കാരെ പോലെ അങ്ങ് ഇരിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെ ഇരിക്കേണ്ട ഒരു സമയമല്ല ഇത്. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ള ഒരു മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് എന്ന് 84-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണും. എന്നാൽ നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇസ്രായേലിനോട് ഭക്തന്മാർ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇനി ദുഃഖിക്കേണ്ട, നിങ്ങൾ സന്തോഷിക്കുവേ. യഹോവയെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുമ്പോൾ നിങ്ങൾക്കത് ബലമായി തീരുമെന്ന് പറയും. ആ ബലം പ്രാപിക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? വായിക്കാം. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധം. നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലും സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. യഹോവയെങ്കിലും സന്തോഷം നമ്മുടെ ബലം. കർത്താവെങ്കിലും സന്തോഷം നമുക്ക് ബലമാണോ?
ബലമായിട്ടുള്ളവരൊക്കെ കൈ ഉയർത്തി. പലരുടെയും കൈയൊന്നും പെട്ടെന്ന് ഉയരുന്നില്ല. എല്ലാവരും എന്ത് ചെയ്യണം? ബലമാണെന്നെങ്കിൽ അത് കൈ ഉയർത്തി സമ്മതിക്കുകയാണ്. സാത്താൻ തോറ്റുപോകണം. സാത്താൻ നമ്മെ തകർത്തു കളയുവാനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ ബലം ക്ഷയിപ്പിക്കുവാൻ സാത്താൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുക. വീണ്ടും ചേർന്നല്ലേ പറഞ്ഞാട്ടെ. അതേ നമ്മുടെ കർത്താവ് നമ്മുടെ ബലമാണ്. കർത്താവിൽ നാം സന്തോഷിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ ബലമായി തീരും. അങ്ങനെ ഈ കൂടാരമാകുന്ന ശരീരത്തിൽ നാം സന്തോഷം പ്രാപിക്കണം. ഈ കൂടാരത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കണം? യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം 2-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു, പ്രിയനേ നീ സകലത്തിൽ ശുഭമായിരിക്കണം. വായിച്ചാട്ട് 3-ാമത്തെ വാക്യം. യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം 3-ാമത്തെ വാക്യം. പ്രിയനെ നീ സകലത്തിലും ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്ന് ശരിക്കൊന്ന് വായിച്ചോട്ടെ. പ്രിയനെ നിന്റെ ആത്മാവ് സുഖമായി വിട്ടുപോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയനെ നിന്റെ ആത്മാവ് സുഖമായിരിക്കും. എന്ത് ചെയ്യുന്നു? ശുഭമായിരിക്കുന്നത് പോലെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും ശുഭമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നു. നമ്മെ സ്നേഹിച്ച് നമ്മെ നടത്തുന്ന വിശുദ്ധന്മാർ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നു, പ്രിയനേ നീ ആത്മാവിൽ ശുഭമായിരിക്കുന്നു. നമ്മൾ ആരാധിക്കുന്നു, ശരിയാ. ദൈവത്തിന് സ്തോത്രം. ആ കൈകളടിക്കുന്ന പാട്ട് പാടുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിരിക്കും വലിയ സന്തോഷമാണ്. പക്ഷേ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് രോഗമാണ്, ദുഃഖമാണ്, വേദനയാണ്, എനിക്ക് പൈസ ഇല്ല, കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയാനുള്ളതല്ല ഈ ക്രിസ്തീയ ജീവിതം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുന്നത് നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ വിധത്തിൽ ഭക്തന്മാർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ നന്മ ഇന്ന് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നന്മ പ്രാപിച്ചവരെന്ന് കൈ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് എല്ലാ കരങ്ങളും ഉയർന്നു. ഞാൻ അത് ശരിയാണെന്ന് പറയുന്നു. ആ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നാം ഈ കൂടാരത്തിൽ ഇരിക്കുമ്പോൾ നാം ആത്മാവിൽ ശുഭമായിരിക്കണം. നമ്മുടെ ശരീരത്തിൽ നാം ശുഭമായിരിക്കണം. നമ്മുടെ എല്ലാ മേഖലകളിലും നാം ശുഭമായി അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടിയതായ ദൈവത്തിന്റെ ജനം ഒരിക്കലും ശത്രുക്കളുടെ മുൻപാകെ ഒരു നിന്ദാപാത്രമായിട്ട് ഇരിക്കേണ്ടവനല്ല. പിന്നെയോ കർത്താവിന്റെ സാക്ഷ്യം ഉയർത്തിക്കൊണ്ട് എൻ്റെ കർത്താവിനെ പിൻപറ്റിയപ്പോൾ എൻ്റെ ആത്മാവ് ശുഭമായി. ഒരു കാലത്ത് ഞാൻ നിരാശയുള്ളവനായി, ഞാനൊരു പ്രത്യാശയില്ലാത്തവനായി, ഞാൻ നരകത്തെ നോക്കി യാത്ര ചെയ്തുകൊണ്ട് ഇരുന്നവനായി. എന്നാൽ ഇന്ന് എനിക്ക് ആത്മാവിലൊരു പ്രത്യാശയുണ്ട്. ഇന്ന് മരിച്ചാൽ എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ചെന്ന് ചേരും. അതുപോലെ ദൈവം എനിക്ക് ഈ ഭൂമിയിൽ ആവശ്യമുള്ളത് എനിക്ക് ദൈവം തന്നിട്ടുണ്ട് എന്നുള്ളതായൊരു പ്രത്യാശയും ധൈര്യവും പ്രിയ ദൈവമക്കളെ നമുക്ക് കർത്താവ് തന്നിരിക്കും. വായിച്ച വേദഭാഗത്തിനനുസരിച്ച് ഈ കൂടാരത്തിൽ ഒരു സന്തോഷം നാം അനുഭവിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നാം നോക്കുമ്പോൾ നമ്മുടെ ഭവനം ഒരു കൂടാരമാണ്. 118-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം കേൾക്കും. എല്ലാ വഴക്കിൻ്റെയും വയ്യാവലിയുടെ ശബ്ദം അല്ല അവിടെ കേൾക്കുന്നു. ഇന്ന് ചില വീടുകൾക്ക് പ്രശ്നം മാത്രമല്ല, വൈകിട്ട് ഓടുന്ന നല്ല ആ വീടുകളിൽ നിന്ന് പൈസയൊക്കെ വന്നപ്പോഴേ നല്ല 56 ഇഞ്ച് ഒക്കെ നീളവും വീതിയൊക്കെ ഉള്ള നല്ല ടെലിവിഷൻ മേടിച്ച് നല്ല വീടുകളൊക്കെ ദൈവം തന്നപ്പോൾ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ അത് സ്ഥാപിച്ചേക്കുക. ഫ്രണ്ടിൽ എവിടെ? ഗസ്റ്റ് റൂമിലോട്ട് അവിടെ സ്ഥാപിച്ച് വരുന്നവരും പോകുന്നവരും എന്ത് കാണണം? ഫുട്ബോൾ കളി കാണണം, സിനിമ കാണണം. ഇതൊക്കെ കണ്ട് സന്ധ്യായാഗമാകുന്ന പ്രാർത്ഥനയുടെ സമയത്ത് ഇതിൻ്റെ മുന്നിലിരുന്ന് നീതിമാന്മാരുടെ കൂടാരത്തിൽ ഭയങ്കര ആർപ്പിൻ്റെ ബഹളം. ദൈവത്തിന് സ്തോത്രം. മോശയോട് ദൈവം പറഞ്ഞതുപോലെ അവിടെ കേൾക്കുന്ന ശബ്ദം ജയത്തിൻ്റെതല്ല, ജയിച്ചാർക്കുന്ന ശബ്ദമല്ല, പിന്നെ വേറെ ഏതോ ഒരു ശബ്ദം, ദൈവത്തിന് പോലും മനസ്സിലാകാത്തൊരു ശബ്ദം അവിടെ കേൾക്കുക. ഇന്ന് പെന്തക്കോസ്തുകാരുടെ വീട്ടിൽ ഇതുപോലെ ചിലപ്പോൾ എല്ലാവരുടെയും വീട്ടിലല്ല കേട്ടോ, ചിലരുടെ വീടുകളിൽ ഇതൊന്നും ഇല്ല. ചിലപ്പോൾ ചിലരുടെ ലോകത്തിലെ മനുഷ്യർ തന്നെ അത്ഭുതപ്പെടാറ്. ഞാൻ കോട്ടയത്ത് ചിങ്ങോൻ എന്ന് പറയുന്ന സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പഞ്ചായത്ത് അധികൃതർ സെൻസസ് എടുത്ത് ഓരോ വീടുകളിൽ ചെന്ന് എന്തൊക്കെ ഉണ്ട്, സാധനങ്ങളുണ്ടെന്ന് എല്ലാം സെൻസസ് എടുത്തൊരു സമയം ഉണ്ടായിരുന്നല്ലോ. എടുത്തിട്ട് നമ്മുടെ ഒരു വിശ്വാസിയുടെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഈ പഞ്ചായത്തിൽ 2 വീട്ടിൽ ടെലിവിഷൻ ഇല്ല. ഒന്ന് ഒരു സ്വതന്ത്ര പാസ്റ്ററിന്റെ വീട്ടിൽ ടെലിവിഷൻ ഇല്ല, ഒന്ന് ഈ വിശ്വാസിയുടെ വീട്ടിൽ. ബാക്കി സകല ബന്ധുക്കോസുകാർ അവിടെ ഉണ്ട് കേട്ടോ, നമ്മുടെ ബന്ധുക്കോസുകാരും ഉണ്ട്, സകലരും ഉണ്ട്. പക്ഷെ അവിടെ എല്ലാം ഈ സാധനമുണ്ട്.
അവിടെ എന്താ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് ഇപ്പോൾ കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ഇതിൻ്റെ മുമ്പിൽ കസേര ഇട്ടിരുന്ന് കഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇതുകൊണ്ട് മനസ്സ് നിറച്ചിട്ട് ചെന്ന് പ്രാർത്ഥനയ്ക്ക് ഇരുന്നിട്ട് ഞങ്ങൾ വൈകിട്ട് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ ദൈവം പ്രാർത്ഥന കേൾക്കുമോ? ഞങ്ങൾ സന്ധ്യയ്ക്ക് പാടി അന്യഭാഷ പറഞ്ഞാൽ ആ അന്യഭാഷ ദൈവം ഒരിക്കൽ ഇസ്രായേലിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ യാഗം അർപ്പിക്കുന്നത്? ഈ യാഗപീഠത്തിൽ കയറാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞോ? ഞാൻ കാളകളെ അർപ്പിക്കാൻ ഞാൻ പറഞ്ഞോ? നിങ്ങളുടെ യാഗം എനിക്ക് പ്രസാദമല്ല എന്ന് ദൈവം ഒരിക്കൽ പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അംഗീകാരയോഗ്യമായി തീരണം. നമ്മുടെ പ്രാർത്ഥന സ്വർഗം അംഗീകരിക്കണം. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയുള്ളതായിരിക്കണം? സൗരഭ്യവാസനയായ ഒരു യാഗമായി തീരണം. നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ഉയർന്നു വരേണ്ടത് ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തെ ആത്മാവിൽ പാടി ആരാധിച്ചുകൊണ്ട് തുടങ്ങണം. അന്ന് രാത്രി ദൈവം സൂക്ഷിച്ചു. രാത്രിയിൽ എന്തുണ്ട്? രാത്രിയിലെ ഭയം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, എത്രയോ വേദനയുടെ അനുഭവങ്ങൾ, എല്ലാറ്റിലും വെടിവെച്ച് സുഖമായിട്ടൊന്ന് എഴുന്നേൽക്കുമ്പോൾ പറയാം. രാത്രിയൊക്കെ ചിലപ്പോൾ രോഗിയായിട്ട് കിടന്നിക്കുമ്പോൾ അറിയാം എന്താ രാത്രിയുടെ ബുദ്ധിമുട്ടെന്താണ്. അല്പം രോഗമുണ്ടെങ്കിൽ രോഗം മൂർച്ഛിക്കുന്ന സമയപ്പോഴാണ്, പകലല്ലേ. രാത്രിയാകുമ്പോൾ സന്ധ്യയാകുമ്പോൾ ഇരുട്ട് വന്ന് വീഴ്ന്നു തുടങ്ങുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? വേദനയുടെ കാഠിന്യം കൂടും. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ഇരിക്കാൻ കഴിയത്തില്ല, ഒന്ന് കിടക്കാൻ കഴിയത്തില്ല, നിൽക്കാൻ കഴിയത്തില്ല. വല്ലാത്തൊരവസ്ഥ. 12 മണിക്കൂർ കഴിച്ചു കൂട്ടുന്ന സമയം ചിലർക്കെങ്കിലും മനസ്സിലായി കാണും. മനസ്സിലാക്കിയിട്ടുള്ളവരുന്ന അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ രാത്രിയുടെ കൂരിരുട്ടിൻ്റെ അനുഭവത്തിൽ വളരെ വ്യതയോടുകൂടെ കഴിച്ചു കൂട്ടിയവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്ന് നേരം വെളുത്ത് കിട്ടിയെങ്കിൽ മതിയായിരുന്നു. ഒരിക്കൽ യോബ് പറഞ്ഞു, യോബിൻ്റെ കഷ്ടതയിൽ കൂടെ കടന്നുപോയപ്പോൾ യോബ് പറഞ്ഞു, രാത്രി ഒന്ന് ഉഷസ്സായെങ്കിൽ കൊള്ളായിരുന്നു. പിന്നെ രാത്രി ഒരു പണി പറഞ്ഞു. എന്താ പണി? യോബിനൊരു പണിയുണ്ടായി. രാത്രി ആ കഷ്ടതയുടെ സമയത്ത് ഉരുളുക തന്നെ പണി. അങ്ങോട്ടൊരുണ്ട് ഇങ്ങോട്ട് പോരുണ്ട്. അങ്ങനെയൊക്കെ കിടന്ന് വളരെ വിഷമിച്ച് വേദനപ്പെട്ട് താൻ ജീവിതത്തെ കഴിച്ചു കൂട്ടി. പക്ഷേ ഒരു ദൈവം ഇതിൻ്റെ അനുഭവത്തിൽ താൻ പിന്നീട് അതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിച്ചു. തൻ്റെ കുരുളിൻ്റെ അനുഭവങ്ങളൊക്കെ ദൈവം തന്നിൽ നിന്ന് മാറ്റി കഴിഞ്ഞപ്പോൾ ആ കൂടാരം ഒന്ന് നേരെ നിന്നു. കൂടാരത്തെ ഒന്ന് നിവർത്തിയപ്പോൾ ആ കൂടാരം അത്ഭുതത്തോടുകൂടെ ദൈവത്തെ സ്തുതിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അരിഷ്ടാവസ്ഥയിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തനായൊരു കർത്താവുണ്ട്. അതിന് നാം എന്ത് ചെയ്യണം? നമ്മുടെ കൂടാര വീട്ടിൽ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. നമ്മുടെ വീടൊക്കെ കൂടാറ് ചിലപ്പോൾ 2 നില വീടൊക്കെ ഉണ്ട്. 2 നില വീടും AC ഒക്കെ വെച്ചായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള വീടുകളിൽ ഇരിക്കുമ്പോഴും നമ്മൾ ചിന്തിച്ചോളണം, ഇതൊരു എന്താ കൂടാരം. ഒരിക്കൽ ദാവീദ് അത് പറഞ്ഞു. ദാവീദ് ആരായിരുന്നു? ഇസ്രായേലിലെ രാജാവ്. 132-ാം സങ്കീർത്തനത്തിൽ ആ സത്യം ദാവീദ് ഏറ്റുപറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. താൻ പാർത്തത് ദേവദാരു കൊണ്ടുള്ള ഒരു അരമനയിലാണ്. ഈ ദേവദാരു കൊണ്ട് പണിയെടുപ്പിച്ച അരമനയിൽ ഇരുന്നപ്പോൾ തൻ്റെ ദൈവത്തിൻ്റെ ആലയം, ദൈവത്തിൻ്റെ മന്ദിരം ഇരിക്കുന്ന സ്ഥലം ഒരു കൂടാരത്തിൻ്റെ കീഴിലാണെന്ന് ഓർത്തപ്പോൾ തനിക്ക് വളരെ ഭാരമുണ്ടായിരുന്നു. എന്നാൽ അതിന് ഓർത്തിട്ട് താനൊരു തനിക്ക് പണി കഴിപ്പിച്ചതിനേക്കാൾ മനോഹരമായൊരു ആലയം പണിവാൻ താൻ ആഗ്രഹിച്ചത് തിരുവചനത്തിൽ നമുക്ക് കാണാം. എന്നാൽ ഈ ആലയം പണിക്ക് വേണ്ടി താൻ ദൈവസന്നിധിയിൽ ഒരു തീരുമാനിച്ചിരുന്നു. അതാണ് 132-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ദൈവമേ, ഞാൻ ഈ ദൈവത്തിൻ്റെ ഒരു വിശ്രാമ സ്ഥലം, ദൈവത്തിന് വേണ്ടി ഒരു മന്ദിരം ഉണ്ടാക്കുന്നത് വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കത്തില്ല. അല്ലാതെ ദേവദാരു കൊണ്ട് പണിത ആ കൊട്ടാരത്തിൽ അരമനയിൽ ഞാൻ കടക്കുകയില്ലെന്നല്ല പറഞ്ഞത്, എൻ്റെ കൂടാര വീട്ടിൽ ഞാൻ കടക്കുകയില്ല. ഒന്ന് വായിച്ചാട്ട് 132-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. ഞാൻ യഹോവയ്ക്കൊരു സ്ഥലം, യാക്കോബിന്റെ വല്ലഭന് ഒരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കുകയില്ല. ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കത്തില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ വീടെന്താവുള്ള കൂടാരത്തിനേക്കാളും ഇത്ര താഴെയല്ലേ? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ കൂടാര വീട്ടിൽ ഞാൻ കടക്കത്തില്ല. പക്ഷെ ആ കൂടാര വീട്ടിലിരിക്കുമ്പോൾ താൻ പറയുകയാണ്, 119-ാം സങ്കീർത്തനം 54-ാമത്തെ വാക്യത്തിൽ ഭക്തന്മാർ പറഞ്ഞു, ദൈവമേ, ഈ തന്നിരിക്കുന്ന കൂടാര വീട്ടിൽ ഞാൻ നിഷ്കളങ്ക ഹൃദയത്തോടെ ജീവിക്കും. എനിക്കൊരു പരമാർത്ഥ ഹൃദയത്തോടു കൂടെ ഈ ഭവനത്തിൽ ഞാൻ പാർക്കും. വായിക്കണം, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു. 101-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം. 101-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. എപ്പോൾ നീ എന്റെ അടുക്കൽ വരും, ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറാം. അപ്പോൾ വീട്ടിൽ നിഷ്കളങ്കത ഇല്ലാതെ പെരുമാറാമോ? പെരുമാറാം. അതുകൊണ്ട് അവിടെ പറയുന്നത്, ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ ഞാൻ പെരുമാറും. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവർ, നമ്മുടെ വീടുകൾ നമ്മളെങ്ങനെയായിരിക്കുന്നു? നമുക്കൊരു നിഷ്കളങ്ക ഹൃദയമുണ്ടോ? ചിലപ്പോൾ 4-5 പേര്, ഭാര്യ, ഭർത്താവ്, മക്കൾ ഒരുമിച്ച് ജീവിക്കുന്നു. തമ്മിൽ എത്രയോ രഹസ്യം.
ഒരാൾ അറിയാൻ പാടില്ലാത്ത എത്ര രഹസ്യങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുകയല്ലേ ചെയ്യുന്നത്? വർഷങ്ങൾ ആ വർഷ പാരമ്പര്യം പറയുവാനുണ്ട്. പെന്തക്കോസ്തുകാരെന്ന് അഭിഷേകം പ്രാപിച്ചാണെന്നും പ്രിയൻ വരുമ്പോൾ പറന്നു പോകുമെന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന അനേകരുടെ ജീവിതത്തിൽ, നിഷ്കളങ്ക ഹൃദയത്തിൽ എത്ര പേരിന്ന് ജീവിക്കുന്നു? ഇപ്പോഴൊക്കെ ആണെങ്കിൽ മൊബൈൽ ലോകമാണ്. മൊബൈൽ, ഒരാൾക്ക് ഫോൺ വന്നാൽ അടുത്ത ആൾ, വീട്ടിലുള്ള ആൾ കേൾക്കാൻ പാടില്ലാതിരിക്കാൻ ഉടനെ എടുത്തുകൊണ്ട് ഓടുക. എങ്ങോട്ടാ? മുറ്റത്തിലോട്ട്. എത്ര അർദ്ധരാത്രിയെല്ലാം എടുത്തുകൊണ്ട് ഓടും. വീട്ടിലുള്ളവർ കേൾക്കാൻ പറ്റാത്ത ഫോൺ, മൊബൈൽ ഫോൺ ഏതാ? അതെന്തോ പ്രശ്നമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടെയാണ് പ്രശ്നം. എന്നാൽ ഇവിടെ ഭക്തൻ പറയുന്നു, എൻ്റെ വീട്ടിൽ ജയത്തിൻ്റെ ഉല്ലാസത്തിൻ്റെ ഘോഷപേരും, എൻ്റെ വീട്ടിൽ ഞാൻ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ആ വീട്ടിൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമോ? ആ വീട്ടിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് 119 സങ്കീർത്തനം 54 വാക്യത്തിൽ വായിക്കുന്നത്. എൻ്റെ കീർത്തനം എന്തായിരിക്കും? വായിക്കാം. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകും. നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമായിരിക്കും. എത്ര പേര് അത് പാലിക്കുന്നുണ്ട്? കർത്താവിന്റെ വചനപ്രകാരം ആ വചനത്തെ ഞാൻ പാടി ദൈവത്തിൽ സന്തോഷിച്ച് ആനന്ദത്തോടുകൂടെ ജീവിക്കുന്നു. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കൊണ്ടിരിക്കുവേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമുക്കൊന്ന് നമ്മിൽ പ്രവർത്തിക്കുവാനുണ്ട്. ആ പ്രവൃത്തി ചെയ്തുകൊണ്ട് കർത്താവ് നമ്മെ ആദ്യാനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ പോകുന്നു. പുരാതന കാലത്തിൽ എന്ന പോലെ ഈ കൂടാരത്തെ ഒന്ന് പണിയുവാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആദ്യാനുഭവം, നഷ്ടപ്പെട്ട അനുഭവം, വേണ്ട എന്ന് വെച്ചത് തിരിച്ചെടുത്തുകൊണ്ട് ജീവിക്കുന്ന പല അനുഭവങ്ങളും ഉണ്ടെങ്കിൽ അതിനെ കളയുവാൻ, അതിനെ ഉപേക്ഷിക്കുവാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? അങ്ങനെ തയ്യാറാകുന്നവരെ സഹായിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുകയും നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയങ്ങളെയും ശരീരത്തെയും ആത്മാവിനെയും സമർപ്പിക്കുമ്പോൾ ഒരു വലിയ അനുഗ്രഹം നമ്മുടെ കർത്താവ് നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് മനസ്സുണ്ട്. ഒരിക്കൽ ആ ബെഥസ്ദാ കുളത്തിന്റെ കരയിൽ കിടന്ന ആ ഒരു മനുഷ്യൻ 38 വർഷമായി അവൻ രോഗിയായി കിടക്കുക. തനിക്ക് എഴുന്നേറ്റൊന്നും നടക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ഇവനെ ഓർത്തിട്ട് ദൈവത്തിന്റെ ആത്മാവിനാൽ, ദൈവാത്മനിയോഗത്താൽ യേശു ആ കുളത്തിന്റെ കരയിൽ ചെന്നിട്ട് അവനോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അപ്പോൾ സൗഖ്യമാകാൻ മനസ്സുണ്ടോ ഇല്ലയോ എന്നല്ല പറഞ്ഞത്. പിന്നെന്ത് പറയുന്നു? യജമാനെ, ഇവിടെ എല്ലാ ദിവസവും എല്ലാവരും സുഖമാകുന്നുണ്ട്, പക്ഷെ എനിക്ക് മാത്രം സുഖമാകുന്നില്ല. കാരണം എന്നെ സഹായിപ്പാൻ ആരുമില്ല. ഞാൻ പതുക്കെ അവിടെ ചെല്ലുമ്പോൾ ആരെങ്കിലും ഒരാൾ എനിക്ക് മുൻപായിട്ട് ഇറങ്ങുന്നു, അവർ സൗഖ്യം പ്രാപിച്ചു. അതൊന്നും യേശു നിന്നോട് ചോദിച്ചില്ല. എന്താ ദൈവം ചോദിച്ചത്? യേശു എന്താ ചോദിച്ചത്? സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? വിടുതൽ പ്രാപിപ്പാൻ മനസ്സുണ്ടോ എന്ന് പ്രിയ ദൈവപൈതലെ ഇന്ന് കർത്താവ് നിന്നോട് ചോദിക്കുകയാണ്. ജീവിതത്തിന്റെ അരിഷ്ടാവസ്ഥകളെ വിട്ടിട്ട്, ആ സന്തോഷമില്ലാത്ത അവസ്ഥയെ വിട്ടിട്ട്, നിരാശാപൂർണമായ ജീവിതത്തെ വിട്ടിട്ട്, ആ വ്യതകളെയും വ്യാകുലതകളെയും വിട്ടിട്ട് കർത്താവിൽ സന്തോഷിക്കുവാൻ മനസ്സുണ്ടോ? ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ സന്തോഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ സന്തോഷം ഇന്ന് പകൽക്കാലം കർത്താവ് തരും. അത് നിശ്ചയമായി തരും. നാം ഹൃദയങ്ങളെ ഇപ്പോൾ ഏകാഗ്രപ്പെടുത്തി ദൈവസന്നിധിയിൽ നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ നമ്മുടെ വീട് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭവനമായി കാണപ്പെടട്ടെ, ദൈവം വസിക്കുന്ന ഒരു ഭവനമായി. അങ്ങനെയുള്ളതായി പൂർവ്വന്മാരൊക്കെ പറഞ്ഞു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ വീട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അബ്രഹാമിന്റെ വീട്ടിന്റെ അവസ്ഥ എന്തായിരുന്നു? അവൻ തന്റെ വാഗ്ദത്തമായി നൽകിയതായ മക്കളോട് ഒരുമിച്ച് ആ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനമുള്ളതായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നതായി പറയുന്നു. ആ ഭവനത്തിൽ ആ പ്രത്യാശയുണ്ടായി. അതുകൊണ്ട് ദൈവം പറയുന്നു, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഈസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവം എന്ന് പറയുവാൻ ഞാൻ ലജ്ജിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന അമ്മയെ നോക്കിക്കൊണ്ട് പറയണം, ഞാൻ തോമസിന്റെ ദൈവം എന്ന് പറയാൻ ഞാൻ ദുഃഖിക്കത്തില്ല, അല്ലെങ്കിൽ മറിയാമ്മയുടെ ദൈവമാണെന്ന് പറയാൻ ഞാൻ ദുഃഖിക്കത്തില്ല എന്ന് നമ്മെ നോക്കിക്കൊണ്ട് പറയൂ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. അബ്രഹാമിനെ, ഇസ്ഹാക്കിനെ, യാക്കോബിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അവരുടെ ദൈവമെന്ന് പറയാൻ ഞാൻ ലജ്ജിക്കത്തില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കാരണം അവർ ദൈവത്തിന്റെ വചനങ്ങളെ പൂർണ്ണമായി വിശ്വസിച്ചു, അതിനൊത്തവണ്ണം ജീവിച്ചു. അവർ ഈ ലോകത്തിൽ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തുനിന്ന് പോലെ ജീവിച്ചു. ഇവിടെ നമുക്ക് എന്തെല്ലാം ദൈവം തന്നാലും ഒരു ദിവസം ഇത് വിട്ടേ മതിയാവുകയുള്ളൂ. ഇന്ന് പലപ്പോഴും പലർക്കും പോകാൻ മനസ്സില്ല. ഈ ലോകം വിട്ടിട്ട് നിത്യമായ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ പലപ്പോഴും മനസ്സില്ല. അതിനുള്ളതായ മനസ്സില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു? വേറെ മാർഗങ്ങൾ നാം കണ്ടെത്തുവാൻ തിരഞ്ഞെടുക്കുക പോവുകയാണ്. പ്രിയമുള്ളവരെ, ആ ഒരു അനുഭവത്തിലോട്ട് പോകാൻ പലപ്പോഴും ബന്ധക്കോസ്തുകാരെന്നും അഭിഷേകം പ്രാപിച്ചവരെന്നും എനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ച ദൈവത്തിന്റെ ജനം ഇന്ന് പലപ്പോഴും ഭയമുള്ളവരാണ്. ചെറിയൊരു രോഗം വരുമ്പോൾ അടുത്തിടെ ഒരു മാതാവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഭയങ്കര നെഞ്ചുവേദന, ഇടയ്ക്കൊക്കെ ഇങ്ങനെ വേദന വരുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഭയമാണ്. ഞാൻ ചോദിച്ചു, മരിക്കാൻ ഭയമുണ്ടോ എന്ന് ചോദിച്ചു.
ദൈവത്തിന് സ്വന്തം. ഉടനെ ഒന്ന് ചിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം എനിക്ക് ഭയമുണ്ട്, കാരണം പോകാൻ മനസ്സില്ല. ഇവിടെ എത്ര വർഷം എന്ത് ദുരിതം അനുഭവിച്ചാലും വേണ്ടില്ല, എത്ര കഷ്ടം അനുഭവിച്ചാലും വേണ്ടില്ല, കണ്ണുനീരില്ലാത്ത രാജ്യത്തിൽ പോകാൻ, ദുഃഖങ്ങളില്ലാത്ത രാജ്യത്തിൽ പോകാൻ, നമുക്ക് വേണ്ടി ജീവനെ തന്ന യേശുവിൻ്റെ അടുക്കലേക്ക് പോകാൻ, ദൈവം നമ്മെ സൃഷ്ടിച്ച ഈ ഒരു അനുഭവത്തിൽ മനോഹരമായി സൃഷ്ടിച്ച മനോഹരമായ അനുഭവത്തിൽ ദൈവത്തിൻ്റെ സഭയിൽ അപ്പോസ്തലികമായ കൂട്ടായ്മയിൽ ആ ഏതേനി അനുഭവത്തിൽ കൊണ്ടുവന്ന കർത്താവിൻ്റെ അടുക്കലേക്ക് ഒന്ന് പോകാൻ ഇന്ന് പലർക്കും മനസ്സില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ലോകത്തിലെ പല മാർഗങ്ങളുടെ പിന്നാലെ ഇന്ന് മനുഷ്യർ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ആ അവസ്ഥയിൽ ഓടേണ്ടവരല്ല. നമ്മുടെ ലക്ഷ്യം സ്വർഗരാജ്യമായിരിക്കട്ടെ. ആ ഒരു അനുഭവത്തിൽ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം. കർത്താവിൻ്റെ നമ്മുടെ ഭവനം എങ്ങനെയുള്ളതായിരിക്കണം? നാം ശരിയായ രീതിയിൽ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ഭവനമാണെങ്കിൽ ദൈവം നാം എങ്ങനെ ജീവിക്കണമെന്ന് അതാത് സമയങ്ങളിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു കുടുംബത്തെ കാണാം. കൈസരിയയിലെ ഒരു കുടുംബമാണ് ആകും കൊർന്നല്യോസിന്റെ കുടുംബം. ഈ കുടുംബത്തിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തായിരുന്നു പ്രത്യേകത? അവൻ ദൈവത്തെ ഭയപ്പെട്ടവനായിരുന്നു, ദൈവഭക്തിയോടെ ജീവിച്ചവനായ, സകല ദാനധർമ്മങ്ങൾ ചെയ്തവനായ, സകല തൻ്റെ ഗ്രഹത്തോട് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ പ്രാർത്ഥിച്ചു പോയൊരു മനുഷ്യൻ. എന്നാൽ താൻ പൂർണ്ണതയിലെത്തുവാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു ദർശനം കൊടുത്തു. ആ ദർശനം കൊടുത്തപ്പോൾ ദർശനത്തിലൊത്തവണ്ണം ശിമോൻ പത്രോസിനെ തൻ്റെ വീട്ടിലേക്ക് വരുത്തി അവൻ്റെ വചനം കേട്ടിട്ട് അതിനെ അനുസരിക്കുവാൻ തയ്യാറായി. എന്തിനു വേണ്ടി? ആരാണ് തയ്യാറായത്? ദൈവത്തെ ഭയപ്പെട്ട ഒരു വീട്, ദൈവത്തിൻ സന്നിധിയിൽ പ്രാർത്ഥിച്ച് നേരോടെ ജീവിച്ചതായ ഭവനത്തിലുള്ളവൻ ഇപ്പോൾ അതിനുവേണ്ടി തയ്യാറാവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ വീട് എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ആരാധനാലയമുണ്ട്. ഇന്ന് നമ്മളെല്ലാവരും ആരാധിക്കാൻ വന്നവർ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ചിലരപ്പോൾ ഇന്നൊക്കെ കുട്ടികളൊക്കെ നിർബന്ധിച്ചാൽ കൊണ്ടുപോകാം, ചില യൗവനക്കാരെ നിർബന്ധിച്ച് ആരാധനാലയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം എന്താ? വലിയ സന്തോഷമൊന്നും ഇല്ല. അവിടെ ഇരുന്ന് ആരാധിക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ തന്നെ ഒരു സാക്ഷിയിലൊരു സഹോദരൻ പറഞ്ഞല്ലോ, ഇനി അന്യഭാഷ ഇട്ടപ്പോൾ അത്ര സുഖം തോന്നിയില്ലെന്നോ. ദൈവത്തിന് സ്തോത്രം. പക്ഷെ അന്യഭാഷയുടെ സുഖം അത് അനുഭവിച്ചാലേ അറിയത്തുള്ളൂ. ആ ശക്തിയുടെ സുഖം എന്താണെന്ന് അത് അനുഭവിച്ചാലേ അറിയത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഇത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമില്ലാതെ തോന്നും, അത്ര ഇഷ്ടമായിട്ട് തോന്നുകയില്ല. ദൈവത്തിന് സ്തോത്രം. അതിനോട് യോജിക്കാനും കഴിയത്തില്ല. പക്ഷെ അകത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആ ശക്തി തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഇപ്പോൾ തനിക്കത് വിരസതയല്ല, തൻ്റെ ജീവിതത്തിൽ ആനന്ദമായി സന്തോഷമായി ഇപ്പോൾ ദൈവമക്കൾ എന്ത് ചെയ്യുന്നു? അങ്ങനെയുള്ളവർക്ക് സന്തോഷിക്കുന്നവർ കാത്തിരിപ്പൊന്നും മുടക്കത്തില്ല. യോഗത്തിന് പോയാൽ തുടക്കത്തിലെ പോയിട്ട് എന്ത് ചെയ്യും? ശുദ്ധീകരണം പ്രാപിച്ച് ആത്മാവിൽ നിറയേണ്ട സമയത്ത് നന്നായിട്ടിരുന്ന് ആത്മാവിൽ നിറയും. ഇന്നൊരല്പസമയം തരും അവസാനം. ഏതാനും നമ്മുടെ മീറ്റിംഗ് നിർത്താൻ സമയം ഏറ്റവും അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുക, എങ്കിലും ഒരു 5 മിനിറ്റ് തരാം. ആ സമയത്തിൽ ശരിക്കും ആത്മാവിൻ്റെ ഒരു പ്രവാഹം നമ്മുടെ മധ്യം ഉണ്ടാകണം. ഇവിടെ നാം നോക്കുമ്പോൾ ആലയത്തിലേക്കുള്ളതായ ഒരു അനുഭവം സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോൾ 122-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദുഃഖിച്ചെന്നല്ല പറയുന്നത്, സന്തോഷിച്ചെന്ന്. വായിക്കാം. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. എത്ര പേർക്ക് സന്തോഷമുണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ? എത്ര പേർ സന്തോഷത്തോടെ ഒരുക്കത്തോടു കൂടെ ദൈവസന്നിധിയിൽ വരുന്നുണ്ട്? അങ്ങനെ വരുന്നവരെ ദൈവസന്നിധി സന്തോഷിപ്പിക്കുമ്പോൾ, ആരാധന കഴിഞ്ഞ് കടന്നു പോകുമ്പോൾ കൊയ്ത്ത് കാലത്തിലെ സന്തോഷം പ്രാപിച്ചിട്ട് മടങ്ങി പോകുന്നത് പോലെ യഹോവയെങ്കിലും സന്തോഷം, യഹോവയുടെ സന്നിധിയിലെ സന്തോഷം എങ്ങനെയുള്ളതാണ്? കൊയ്ത്ത് കാലത്തിലെ സന്തോഷം പോലെയുള്ളത്. ദൈവത്തിന് സ്തോത്രം. ആ സമൃദ്ധിയായൊരു വിളവുണ്ടായി. ആ കൊയ്ത്ത് കഴിയുമ്പോൾ ആ കർഷകൻ ഒരിക്കലും ദുഃഖിക്കത്തില്ല, അവൻ വേദനപ്പെടത്തില്ല. കാരണം അവൻ്റെ ഒരു വർഷത്തെ അല്ലെങ്കിൽ ചില മാസക്കാലത്തെ അധ്വാനത്തിന്റെ ഫലം അവൻ കൊയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അവൻ വളരെ സന്തോഷത്തോടെ ആർപ്പോടുകൂടെ സന്തോഷിച്ച് ഉല്ലസിച്ചവൻ. അതുപോലെയാണ് ഒരു ആരാധന കഴിഞ്ഞ് ദൈവത്തിന്റെ ജനം ഭവനങ്ങളിലേക്ക് കടന്നു പോകേണ്ടത്. കൊയ്ത്ത് കാലത്തിലെ സന്തോഷം പോലെ നമ്മുടെ ജീവിതത്തിൽ നാം അത് അനുഭവിക്കണം. അങ്ങനെ നാം അനുഭവിച്ച് എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ആനന്ദിക്കണം. അങ്ങനെ ഒരു അനുഭവം പെന്തക്കോസ്ത് നാളിലുണ്ടായി. നമ്മൾ കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ എത്രയോ സന്ദർഭങ്ങൾ അങ്ങനെയുള്ള അനുഭവം പ്രാപിച്ചു. ആ അനുഭവം പ്രാപിക്കുവാൻ ദൈവം എപ്പോഴും ഒരുക്കമുള്ളവനാണ്. ഇന്ന് ചിലർക്കൊന്നും പ്രാപിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇസ്രായേലിനോട് പറയുകയാണ്, ഞാൻ ഈ ശൂന്യങ്ങളൊക്കെ ഒന്ന് പണിയും. വായിക്കണം. യെശയ്യാവിന്റെ പുസ്തകം 51-ാം അധ്യായം 3-ാമത്തെ വാക്യം.
യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു. യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു. അവൻ അതിന്റെ സകല ശൂന്യസ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ച് അതിന്റെ മരുഭൂമിയെ ഏദനെ പോലെ ആക്കി തീർക്കും. അതിന്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു. യഹോവയുടെ തോട്ടം പോലെ ആക്കി തീർക്കും. ശൂന്യങ്ങളെ മാറ്റി, നിർജ്ജന പ്രദേശങ്ങളെ മാറ്റി യഹോവയുടെ തോട്ടം പോലെ ആക്കി തീർക്കുവാൻ കർത്താവിന് മനസ്സുണ്ട്. ആ ഒരു അനുഭവത്തിലോട്ട് വരുവാൻ പ്രിയ ദൈവമക്കളെ നമ്മൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അങ്ങനെ ആഗ്രഹിച്ച് ശരീരത്തിൽ സന്തോഷം, ജീവിതത്തിൽ നമ്മൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം പ്രാപിച്ച്, നമ്മുടെ കൂടാര വീട്ടിൽ നാം വസിക്കുമ്പോൾ ജീവിതത്തിൽ സന്തോഷം പ്രാപിച്ച്, ആരാധനയ്ക്ക് വരുമ്പോൾ വലിയ സന്തോഷവും സമാധാനം പ്രാപിച്ച് പോകുന്നവർക്ക് വേണ്ടി ഒരു നിത്യമായൊരു വാസസ്ഥലം, നിത്യ കൂടാരം ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിലിരിക്കുമ്പോൾ ആ ദർശനം തനിക്കുണ്ടായപ്പോൾ താൻ വിളിച്ചു പറഞ്ഞു. 21-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ പറയുന്നു, ഇതാ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന ഒരു മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കാണുന്നു. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, ദൈവത്തിന്റെ കൊട്ടാരം എന്നല്ല അവിടെ പറഞ്ഞത്, അത് ദൈവത്തിന്റെ കൂടാരം, മനുഷ്യരോടുകൂടെ വസിക്കുക, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുക തക്കവണ്ണം ആ അനുഭവത്തിൽ താൻ ദർശനം കാണുകയാണ്. വായിക്കാം. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസാന്നിധ്യത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ, ആ സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുകയാണ്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവത്തിന് സ്തോത്രം. ആ കൂടാരത്തിൽ വസിക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? എങ്ങനെയാണ് ഒരുങ്ങി വരുന്നത്? മണവാളന് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു മണവാട്ടിയെ പോലെ ദൈവസന്നിധിയിൽ നിറങ്ങി വരുന്ന ഒരു കൂടാരമായി ദൈവത്തിന്റെ ആ നിത്യമായ അനുഭവം കാണുകയാണ്. പ്രിയ ദൈവമക്കളെ, അതാണ് നമ്മുടെ ലക്ഷ്യം. ആ പുതിയ യെരൂശലേം സിയോൻ എന്നായ തേജസ്സേറിയ നഗരം എത്ര പേർ ആഗ്രഹിക്കുന്നു? കണ്ണുകളെ അടയ്ക്കുക. നമ്മുടെ കർത്താവായ സ്വർഗത്തിലെ ദൈവം ഇപ്രകാരം പറയുന്നു, ഇസ്രായേലേ, വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ ഞാൻ ഉയർത്തും, ആ പുരാതന കാലത്തിലെ പോലെ ഞാൻ ആക്കി തീർക്കും. ആ വിടവുകളെ ഞാൻ നികത്തും, ഞാൻ പുതുക്കും. ഇത് അനുഷ്ഠിക്കുന്ന യഹോവ അരുളി ചെയ്യുന്നു. അതിന്റെ അർത്ഥം എന്ത്? ഞാനത് പറഞ്ഞാൽ അത് ചെയ്യും. ഒരിക്കൽ ശലോമോൻ പറയുന്നു, തിരുവായി കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ച ദൈവം. അതേ, തിരുവായി കൊണ്ട് അരുളി ചെയ്ത വാക്കുകൾ നിവർത്തിക്കാതെ, ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്താതെ നിവർത്തിക്കുന്ന ഒരു ദൈവം നമ്മുടെ ദൈവമാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? കണ്ണുകൾ അടച്ചാട്ടെ, മുഴങ്കാലുകളൊന്നും അടക്കുക. കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്താം. നമ്മുടെ കർത്താവ് ഇന്ന് ജീവിക്കുന്ന ദൈവമാണ്. നാം വീണുപോയ ഒരു കൂടാരത്തെ പോലെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മെ ഉയർത്തി നിർത്തുവാൻ ഭാരത്തോടുകൂടെ, വേദനയോടുകൂടെ, വ്യസനത്തോടുകൂടെ ഇവിടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണുന്നൊരു കർത്താവ്, നമ്മെ അറിയുന്നവനായൊരു കർത്താവ്, ആ കർത്താവ് നമ്മെ ഉയർത്തട്ടെ, പൊതുജീവനാൽ നിറയ്ക്കട്ടെ. എല്ലാവരും പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കുകയും ഹൃദയം അവിടെ ഇവിടെ അലയുവാൻ ഇപ്പോൾ അവസരം കൊടുക്കരുത്. ദൈവത്തിന്റെ ആത്മാവിന് ഇപ്പോൾ എല്ലാവരും ഒന്ന് ഇടം കൊടുക്കുക. ഹൃദയം ദൈവത്തിന് സന്നിധി സമർപ്പിക്കവേ മനസ്സൊന്ന് ആനന്ദിക്കട്ടെ, ഹൃദയം സന്തോഷിക്കട്ടെ. നമ്മുടെ ശരീരത്തിലൊരു വിടുതൽ ഉണ്ടാകട്ടെ, ശരീരത്തിലൊരു സൗഖ്യം ഉണ്ടാകട്ടെ, ശരീരത്തിലൊരു സമാധാനം അനുഭവിക്കുവാൻ ഇടയാകട്ടെ. ഇപ്പോൾ ചിലപ്പോൾ രോഗിയായിട്ടായിരിക്കാം ഇരിക്കുന്നത്. പ്രിയ ദൈവത്തിലെ നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവശക്തി വ്യാപരിക്കുന്നു, ദൈവകൃപ വ്യാപരിക്കുന്നു. ഒരു വിടുതൽ അനുഭവിക്കുവാൻ കഴിയും. ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ സൗഖ്യത്തോടെ പോകണം, സമാധാനത്തോടെ പോകണം, ഒരു പ്രത്യാശയുള്ളവനായി പോകണം, പ്രത്യാശയുള്ളവളായി പോകണം. സ്വർഗരാജ്യത്തിന്റെ ദർശനത്തോടുകൂടെ വേണം പോകാൻ. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് ഈ വർഷത്തിലും ഇങ്ങനെ ഒരു കൺവെൻഷനെ ദൈവം തന്നു. ഈ കൺവെൻഷൻ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എല്ലാവരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഒരല്പസമയം ഇടം കൊടുക്കുകയും പരിശുദ്ധാത്മാവ് ശരിയായിട്ടൊന്ന് പ്രവർത്തിക്കട്ടെ. നമ്മുടെ മർത്യമായ ശരീരം ജീവനുള്ളതായി അമർത്യത പ്രാപിക്കേണ്ടതിന് ഏറ്റതായ അവസ്ഥയിൽ ശരീരത്തെ വിട്ടുകൊടുത്ത് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുകയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ പരിവർത്തിക്കട്ടെ. ആദിയിൽ വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവിനാൽ സകലതും സൃഷ്ടിക്കപ്പെട്ടതുപോലെ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർത്തവനായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സാധിക്കുമെന്ന്, എങ്ങനെ രക്ഷപ്പെടുവാൻ കഴിയുമെന്ന് ആ ഉണങ്ങിയ അസ്ഥികളെ പോലെ വരണ്ട അവസ്ഥയിൽ കിടന്നതായ ആ ഇസ്രായേൽ ജനം പറയുകയാണ്, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞു പോയിരിക്കുന്നു, ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ല, ഇനി ഇവിടെ ഒന്നൊരു ഉദ്ധാരണം ഉണ്ടാവുകയില്ല. എന്നാൽ സ്വർഗത്തിൽ ദൈവം പറഞ്ഞു, ഞാൻ
എഴുന്നേൽപ്പിക്കും, ഞാൻ ജീവിപ്പിക്കും, എൻ്റെ ശക്തി നിങ്ങളുടെ മധ്യേ വ്യാപരിക്കും. നിങ്ങളൊരു സൈന്യം പോലെ എഴുന്നേറ്റ് നിൽക്കും. അതിനുവേണ്ടി ഒരു ശുശ്രൂഷ യെശയ്യാവിന്റെ കയ്യിൽ ദൈവം കൊടുക്കുകയാണ്. യെഹെസ്കേലിനോട് പറയുകയാണ്, നീ അവിടെ ചെന്ന് ശുശ്രൂഷ ചെയ്യുവാൻ പറഞ്ഞു. യെഹെസ്കേൽ ഇറങ്ങി പുറപ്പെടുകയാണ്. യെഹെസ്കേൽ ചെന്ന് ഇസ്രായേൽ ജനത്തോട് നിങ്ങളുടെ ദൈവം ജീവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. നിങ്ങളുടെ ദൈവം പ്രത്യാശ നൽകുന്ന ദൈവമാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ അവസ്ഥ ഇതാണ്. എന്നാൽ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച ആ ദാവീദിന്റെ കൂടാരത്തെ, നിങ്ങൾ നഷ്ടപ്പെട്ടതായ അനുഗ്രഹത്തെ മടക്കി തരുവാൻ ശക്തനായ ദൈവമാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ജനം വിശ്വസിച്ച് അവരൊരു സൈന്യം പോലെ എഴുന്നേറ്റ് നിന്നു. ദൈവത്തിന്റെ ആത്മാവ് അവരിലേക്ക് ആവസിച്ചു. അവർ ശക്തി പ്രാപിച്ചു. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എന്റെ ജീവിതത്തിൽ അരിഷ്ടകൾ മാറ്റിക്കൊണ്ട്, അർദ്ധരാത്രിയുടെ കൂടാരത്തിന്റെ അന്ധകാരത്തിന്റെ അനുഭവങ്ങളെ മാറ്റിക്കൊണ്ട്, എന്റെ നിരാശയുടെ അനുഭവത്തെ മാറ്റിക്കൊണ്ട് എന്റെ കർത്താവിനെ ജീവിപ്പിക്കും. ഞാൻ പ്രത്യാശയാൽ നിറയപ്പെടും, വിശ്വാസത്താൽ നിറയപ്പെടും, ദൈവസ്നേഹത്താൽ നിറഞ്ഞു ഞാൻ ജീവിക്കും. എത്ര പേർ അതിനുവേണ്ടി സമർപ്പിക്കുന്നുണ്ട്? ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മധ്യ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവരും സമർപ്പിക്കാം. അഭിഷേകം ഉണ്ടാകട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ, ദൈവം നമ്മുടെ ശരീരത്തിൽ ഒരു ജീവന്റെ ശക്തി വ്യാപരിക്കട്ടെ. നമ്മുടെ ഭവനങ്ങൾ ദൈവത്തിന്റെ ഭവനങ്ങളായി മാറ്റപ്പെടട്ടെ. നമ്മുടെ ആലയം ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിറയപ്പെടട്ടെ. നിത്യഭവനത്തിലേക്ക് ഒരുക്കപ്പെടുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ആരും മൗനമായിരിക്കരുത്. ഒരു ചില മിനിറ്റുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് എല്ലാവരും ഇടം കൊടുക്കവേ. നാവുകൾ തുറന്ന് ദൈവത്തെ സ്തുതിക്കവേ. പ്രിയ ദൈവവേദനെ, നമ്മെ രക്ഷിച്ചതിനൊരു ഉദ്ദേശമുണ്ട്, നമ്മെ വീണ്ടെടുത്തതിന് ഒരു ഉദ്ദേശമുണ്ട്. നമ്മെ ദൈവത്തിന് അനുരൂപമാക്കി തീർത്തിട്ട് ആ തേജസ്സും മഹിമയും നമ്മെ അണിയിച്ച സ്വർഗ സന്നിധിയില്, ദൈവത്തിന്റെ സന്നിധിയില്, ആ സിയോനിലും യെരൂശലേമിലും നമ്മെ തേജസ്സോടെ നിർത്തുവാൻ സൃഷ്ടിച്ചവനായ കർത്താവ്, നമ്മെ ഉരുവാക്കിയവനായ ദൈവം, നമുക്ക് വേണ്ടി ജീവനൊക്കെ തന്നവനായ കർത്താവ് നമുക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യ വ്യാപരിക്കട്ടെ. എല്ലാ ഹൃദയങ്ങളും സമർപ്പിക്കവേ, എല്ലാവരും സമർപ്പിക്കവേ. ഇതാ ഒരു അഭിഷേകത്തിന്റെ ശക്തിയോടുകൂടെ ആ വീണുപോയ കൂടാരത്തെ ഉയർത്തി നിർത്തുവാൻ ശക്തനായ നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യ നടകൊള്ളുന്നുണ്ട്. ഹല്ലേലൂയ. ഭാരങ്ങളെ നീക്കി തരുവാൻ, വേദനകളെ നീക്കി തരുവാൻ, കഷ്ടതകളെ നീക്കി തരുവാൻ, രോഗങ്ങളെ നീക്കി തരുവാൻ, ഒരു സമാധാനത്തെ നൽകുവാൻ, സ്വർഗ സന്തോഷം കൊണ്ട് നിറഞ്ഞ് ജീവിക്കുവാൻ കർത്താവ് നമ്മുടെ മധ്യ നടകൊള്ളുന്നു. നമ്മുടെ കർത്താവിന്റെ വാഗ്ദത്തം എന്താണ്? ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഇനി അവിടെ ദുഃഖങ്ങളില്ല. അവൻ അവരുടെ ദൈവമായിരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയും. അവിടെ രോഗമില്ല, അവിടെ കരച്ചിലില്ല, അവിടെ നിലവിളിയില്ല. നിത്യരാജ്യം നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ രാജ്യത്തിന് വേണ്ടി പ്രിയ ദൈവമക്കളെ നമുക്ക് ഒരുക്കപ്പെടാം, ബലപ്പെടാം, ദൈവകൃപ പ്രാപിക്കാം. വിശ്വാസത്തിന്റെ പ്രത്യാശ വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവം. ഒരു അഗ്നി അഭിഷേകത്തിന് എല്ലാവരും ഏൽപ്പിച്ചു കൊടുക്കുകയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് തേജസ്സോടെ നമ്മുടെ മധ്യ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ചില ഹൃദയങ്ങൾ ജീവൻ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ചിലരുടെ ശരീരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ മഹത്വപ്പെടുത്തുന്നവരുടെ മേൽ ആ ശക്തി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം പരാജയപ്പെട്ട ദൈവമല്ല. നമ്മുടെ കർത്താവ് തോറ്റവനായ കർത്താവല്ല. നമ്മുടെ കർത്താവ് ജയിച്ചവനായ കർത്താവാണ്. നമ്മുടെ കർത്താവ് പാതാള ഗോപുരങ്ങളെ ജയിച്ചു, സാത്താന്യ ശക്തികളെ ജയിച്ചു, രോഗത്തെ ജയിച്ചു, പാപത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു. ആ ജയിച്ച യേശുവിനെ പിൻപറ്റുന്ന നാം ജയാളികളാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും വായ തുറന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഇത്ര വേഗം തേജസ്സിൽ വെളിപ്പെടും. നമ്മുടെ കർത്താവ് ഇത്ര വേഗം തേജസ്സിൽ വെളിപ്പെടും. ആ സുദിനം ഇത് ആസന്നമായിരിക്കുന്നു. നമ്മുടെ പ്രത്യാശ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കുക, ധൈര്യപ്പെടാം, കർത്താവിൽ ആശ്രയിക്കുക. കർത്താവിൽ ആശ്രയിക്കുന്നവരെ ബലപ്പെടുത്തി ഒരു പുതിയ അഭിഷേകത്തോടെ, പുതിയ കൃപയോടുകൂടെ കർത്താവ് അയക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കരങ്ങളടിച്ച് നന്നായിട്ടൊന്ന് പാടിക്കാട്ടെ. ആത്മാവിന്റെ ശക്തി നമ്മൾ വ്യാപരിക്കുന്നു. പകരണമേ ആത്മദായക, നിരന്തരമായി ആത്മദാനങ്ങൾ പകരണമേ. വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേദനിച്ച നിഞ്ജനം, നിന്റെ പൊന്നുനാമ മഹത്വത്തിനാൽ ദിനം ശോഭിക്കണമേ. നിന്റെ പൊന്നുനാമ മഹത്വത്തിനാൽ ദിനം
ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മദായക നിരന്തരമായ എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. ആത്മദായക നിരന്തരമായ എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മദായക നിരന്തരമായ എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. ആത്മദായക നിരന്തരമായ ആത്മദാനങ്ങൾ പകരണമേ. ആത്മദായക നിരന്തരമായ എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. ആത്മദായക നിരന്തരമായ എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. ആത്മദായക നിരന്തരമായ എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. ആത്മനായക നിരന്തരമായ ആമേൻ. ഹല്ലേലൂയ. മലഖചിതമാനിയ ശമരമലഖചിതമാനിയ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ബലിയർപ്പിന്റെ ശക്തി നമ്മുടെ മധ്യേ വ്യാപരിക്കുന്നു. മർത്യശരീരം അമർത്യശരീരം പ്രാപിക്കുവാൻ, ഒരു പ്രത്യാശയുള്ള ഒരു ജീവിതം ചെയ്യുവാൻ, വിശ്വാസം വർദ്ധിപ്പിക്കപ്പെടുവാൻ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മധ്യേ പരിവർത്തിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടഞ്ഞ അവസ്ഥകളെല്ലാം മാറ്റപ്പെടട്ടെ. ഹല്ലേലൂയ. ഉടഞ്ഞ ഓടയെ ഒടിച്ചു കളയാത്തവൻ ഇതാ നമ്മുടെ മധ്യേ നടകൊള്ളുന്നുണ്ട്. ഹല്ലേലൂയ. ചതഞ്ഞ ഓടയെ ഒടിച്ചു കളയാതെ അതിനെ പണിതെടുക്കുവാൻ ശക്തനായ വിശ്വസ്തനായ ദൈവം, വാക്കുമാറാത്തവനായ കർത്താവ് നമ്മുടെ ദൈവമാണ്, എൻ്റെ ദൈവമാണെന്ന് നമുക്ക് ഉറപ്പോടെ നമുക്ക് പറയാം. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ധൈര്യം പ്രാപിക്കാം. കർത്താവിന് അസാധ്യമായത് ഒന്നും തന്നെ ഇല്ല. നമ്മുടെ യേശു ജീവിക്കുന്നു, നമ്മുടെ യേശു നമുക്കായി ജീവിക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മാ നൽവരങ്ങൾ നിത്യം. എല്ലാവരും ചേർന്ന് വീണ്ടും പാടാം. ഒരു നല്ലൊരു അഭിഷേകം ഉണ്ടാകട്ടെ. എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. ആത്മദായക നിരന്തരമായ എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മദായക നിരന്തരമായ എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. 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 ഹല്ലേലൂയ. Hallelujah, hallelujah, hallelujah. Sweet. Hallelujah, hallelujah, hallelujah. Amen. Jesus, hallelujah. നമുക്ക് ഈ അഭിഷേകം നമുക്ക് പോരാ. നമുക്കൊരു അഗ്നി അഭിഷേകം വേണം. നാം പ്രാപിക്കും നമുക്ക് തന്നിരിക്കുന്ന അഭിഷേകം നമ്മുടെ കർത്താവിൻ്റെ കാകള ശബ്ദം കേൾക്കുമ്പോൾ പറന്നുയരും അനേറ്റതായ ഒരു അഭിഷേകമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ചിലർക്ക് കയ്യൊക്കെ അടിച്ച് കയ്യൊക്കെ ഒന്ന് ശരിയായിട്ടൊന്ന് കുലുക്കി ഒന്ന് തലയെ കലക്കൊക്കെ ഇരിക്കുക, കാലൊക്കെ അനക്കി ഇരിക്കുക. ഈ അതാതൊരു ശരിക്കൊരു അഭിഷേകമല്ല, ശരിയായൊരു അഭിഷേകം നമ്മിലുണ്ടാകട്ടെ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? സമർപ്പിക്കാം. ഒരു അഗ്നി അഭിഷേകത്തിന് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം, ആത്മാവിലൊന്ന് ആരാധിക്കാം. ഹല്ലേലൂയ. ആത്മാവിന് ശക്തി നമ്മുടെ മധ്യ വ്യാപരിക്കട്ടെ. ജയമെടുക്കുവാൻ യേശു പറയുന്നു, ഞാൻ ജയിച്ചു. അതുപോലെ ജയിക്കുന്നവൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ ഞാൻ വരം നൽകും. അതേ ആ വരത്തെ നമുക്ക് പ്രാപിക്കാം. ജയിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു സിംഹാസനമുണ്ട്. അതിനുവേണ്ടി കർത്താവ് നമുക്ക് തരുന്ന ആയുസ്സില്ല. നാം ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്ത് ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ജയത്തിന്റെ സാക്ഷികളായി നമുക്ക് ജീവിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർത്തുഘോഷിക്കാം, ആനന്ദിച്ചിടാം, ആത്മശക്തിയിൽ നമ്മെ സൂക്ഷിക്കാം. ആർത്തുഘോഷിക്കാം, ആനന്ദിച്ചിടാം, ആത്മശക്തിയിൽ നമ്മെ കാത്തു സൂക്ഷിക്കാം. തേജസ്സിലംബരി മേഘാരൂഢനായി ആത്മമണാളൻ വേഗം വരും. തേജസ്സിലംബരി മേഘാരൂഢനായി
വരും. ആർത്തുഘോഷിക്കാം, ആനന്ദിച്ചിടാം, ആത്മശക്തിയിൽ നമ്മെ കാത്തു സൂക്ഷിക്കാം. ആർത്തുഘോഷിക്കാം, ആനന്ദിച്ചിടാം, ആത്മശക്തിയിൽ നമ്മെ കാത്തു സൂക്ഷിക്കാം. തേജസ്സിൽ അന്തരെ മേഘാരൂഢനാം ആത്മവനാഴൻ വേഗം വരും. തേജസ്സിൽ അന്തരെ മേഘാരൂഢനാം ആത്മവനാഴൻ വേഗം വരും. ആത്മഘോഷിക്കാം, ആനന്ദിച്ചിടാം, ആത്മശക്തിയിൽ എല്ലാവരും നന്നായി കരങ്ങളടിച്ചാൽ സന്തോഷിച്ചാനന്ദിക്കാം. ആത്മശക്തിയിൽ നമ്മെ കാത്തു സൂക്ഷിക്കാം. ആർത്തോഷിക്കാം, ആനന്ദിച്ചിടാം, ആത്മശക്തിയിൽ നമ്മെ കാത്തു സൂക്ഷിക്കാം. ആർത്തോഷിക്കാം, യേശുവേ, മഹത്വം കർത്താവേ, മഹത്വം, മഹത്വം. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ജയം, 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 ജയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ജയവീരനായ ദൈവം ഇന്ന് പകൽക്കാലവും നമ്മുടെ മധ്യ വന്ന് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ മുഴങ്കാലുകൾ ദൈവസന്നിധിയിൽ മടക്കിയതായ സമയം മുതൽ ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു, ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമാക്കി തീർത്തതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. തുടർന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കണതിനായി സ്തോത്രം ചെയ്യാം. ഇനി വൈകിട്ട് നടക്കുന്ന യുവജന മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായി സ്തോത്രം ചെയ്യാം. രാത്രി നടക്കുന്ന യോഗത്തിന്റെ അനുഗ്രഹത്തിനായി സ്തോത്രം ചെയ്യാം. നാളെ നടക്കുന്ന വിശുദ്ധ സഭായോഗത്തിന്റെ അനുഗ്രഹത്തിനായി സ്തോത്രം ചെയ്യാം. എല്ലാ യോഗങ്ങളും ഏറ്റവും അനുഗ്രഹപൂർണ്ണമാകണമെന്നതിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവ് വേഗം വരുന്നതിനായി സ്തോത്രം ചെയ്യാം. ആ ദിവസത്തിന് വേണ്ടി നമ്മെ എല്ലാവരും ഒരുക്കണതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഏറിയ പ്രത്യാശയുടെ നിശ്ചയമുള്ളവരായി മുന്നേറുവാൻ കൃപ ചെയ്യണതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സകല വിശുദ്ധന്മാർക്കായി സ്തോത്രം ചെയ്യാം. എല്ലാ ദൈവജനങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാം ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിക്കാം. സ്നേഹമേറിയ ഞങ്ങളുടെ സ്വർഗസ്പിതാവേ, അങ്ങയ്ക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പൽക്കാലം ദൈവത്തെ മുഖത്തുപെടുത്തുവാൻ തക്കണം ഇങ്ങനെ ഒരു സാവകാശം കൂടെ ഞങ്ങൾക്ക് തന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ നടന്നതായ ഞങ്ങളുടെ കൺവെൻഷന്റെ അനുഗ്രഹങ്ങൾക്കായി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നതിനായി സ്തോത്രം. നല്ല അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ തക്കണം അവിടുന്ന് കൃപ ചെയ്ത് സഹായിച്ച വൻകൃപകൾക്കായി സ്തോത്രം. ഈ പൽക്കാലവും കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തിൽ ആനന്ദിപ്പാൻ, ദൈവത്തിന്റെ കൃപകളെ പ്രാപിപ്പാൻ, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷികളെ എഴുന്നേൽപ്പിച്ചതിനായ സ്തോത്രം. അവരുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ, അനുഗ്രഹങ്ങളെല്ലാം ദൈവം നിറവേറ്റിക്കൊടുത്ത് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വൻകൃപകൾക്കായി സ്തോത്രം. പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊടുത്ത് സഹായിക്കുകയും അനുഗ്രഹിക്കപ്പെട്ടവരായി കാണപ്പെടുവാൻ കൊണ്ട് അവിടുന്ന് ഇടയാക്കി തീർക്കേണ്ടതിനായ സ്തോത്രം. ഇവിടെ കടന്നു വന്ന ഓരോ വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കണമേ. അറിഞ്ഞ സത്യം അനുസരിച്ച് ജീവിപ്പാൻ കഴിവില്ലാതെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ സത്യത്തെ പിൻപറ്റുന്നവരായി കാണപ്പെടുവാൻ കൊണ്ട് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കേട്ട വചനപ്രകാരം ഞങ്ങളെ തന്നെ താഴ്ത്തുവാനും ദൈവകൃപയിൽ ആശ്രയിപ്പാൻ കൊണ്ട് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയുവാനായി, ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാനായി കർത്താവെ, ഈ അന്ത്യകാലത്ത് കർത്താവ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കൺവെൻഷൻ കൂടി തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിനായി ദൈവത്തിന്റെ തിരുവചന സത്യങ്ങളെ കേൾക്കുമ്പോൾ അതിനും പ്രകാരം ജീവിപ്പാൻ കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവിടുന്ന് ഇടയാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ കൃപകളെ പ്രാപിപ്പാൻ, ദൈവകൃപയിൽ ആശ്രയിപ്പാൻ, ഈ കൂടാരമായ ഭൗമ്യഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഒരുക്കുന്നതിനാൽ ആ നിത്യഭവനം ഞങ്ങൾക്ക് പ്രാപിപ്പാനായി നഷ്ടപ്പെട്ടു പോയ കൃപകളെ പ്രാപിച്ചുകൊണ്ട്, അനുഗ്രഹങ്ങൾ വരെ പ്രാപിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം ഉണ്ടാകുമല്ലോ. അതിനാൽ എല്ലായ്പ്പോഴും പ്രാർത്ഥനാ ഭവനങ്ങളായി തീരുവാൻ ഞങ്ങളുടെ ഈ ഭവനത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധ
പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്നതായതിനാൽ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ വ്യാപാര ശക്തിയാൽ നിറയപ്പെട്ടവരായി ബലത്തിന്മേൽ ബലം പ്രാപിച്ചുകൊണ്ട് ഓരോ നിമിഷവും ജീവിപ്പാന്റെ കൊണ്ട് അവിടെ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ യെരൂശലേം സിയോനിൽ നിന്നിറങ്ങി വരുന്ന ആ സ്വർഗീയ ഭവനം ഞങ്ങളായി കാണപ്പെടുവാൻ ഈ നാളുകളിൽ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദൈവകൃപയിൽ ആശ്രയിപ്പാന്റെ കൊണ്ട് അവിടുന്ന് സഹായിക്കണമേ. ലോകം വല്ലാതെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ കർത്താവിന്റെ വരവേറ്റവും അടുത്തുപോയി എന്നറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രത്യാശയെ പുതുക്കിക്കൊണ്ട് കർത്താവേ ഈ ഭൗമിക ശരീരം ദൈവത്തോട് അടുക്കുവാൻ തക്കണം പ്രത്യാശയുള്ളവരായ പരിശുദ്ധാത്മാവിന്റെ നിറവിലും ദൈവകൃപയിലും ജീവിച്ച് വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ തക്കണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനത്തെ സംസാരിക്കുവാൻ തക്കണം കർത്താവിന്റെ മകനെ അവിടുന്ന് വെളിപ്പെടുത്തിയനായ സ്തോത്രം. ഇനിയും കൃപ ധാരാളം പകർന്നു കൊടുത്ത് സഹായിക്കും. ഇനിയും വൈകിട്ട് നടക്കുന്ന മീറ്റിംഗ്, നാളെ നടക്കുന്ന കർത്താവെ ഞങ്ങളുടെ ആരാധനകളെല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കണം അവിടുന്ന് സഹായിക്കും. വിശുദ്ധന്മാരെ ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. പുതിയ അഭിഷേകത്താൽ നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളുടെ യാത്രാവാഹനങ്ങളെല്ലാം സൂക്ഷിക്കും. ആപത്തനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കും. കർത്താവിൻ്റെ മഹത്വമുള്ള വരവിനായി ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കും. കടന്നു പോകുന്നതിൻ്റെ മക്കളോടും കൂടെ ഇരിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്യാം. ഇത്രത്തോളം എല്ലാം ദൈവം നമ്മെ അനുഗ്രഹിച്ച് ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യാം. ദൈവ സാന്നിധ്യം നമ്മോട് എല്ലായ്പ്പോഴും കൂടെ ഇരിക്കണതിനായി സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ സഹവാസവും കാവലും നാം ഏവരോടും സകല വിശുദ്ധ ജനത്തോടും എല്ലാ ദൈവജനങ്ങളോടും കൂടെ കർത്താവിന് നാൾ വരെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.